നമസ്കാരം. ഭാരതത്തിലെ പെന്തക്കോസ്ത് സമൂഹത്തിന്റെ ഐക്യതയും സാമൂഹ്യ അഭിവൃദ്ധിയും ലക്ഷ്യമാക്കി തിരുവനന്തപുരം വെള്ളനാട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഓൾ ഇന്ത്യ പെന്തക്കോസ്റ്റൽ അലയൻസ് എന്ന APA. പെന്തക്കോസ്ത് സമൂഹത്തിന്റെ അവകാശങ്ങൾക്കെതിരെ ശബ്ദമുയരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും നഷ്ടപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കുവാൻ പെന്തക്കോസ്ത് പ്രാദേശിക സഭകളെയൊക്കെ വളരെ ആത്മാർത്ഥമായി സഹായിക്കുകയും ചെയ്യുന്ന ഈ പ്രസ്ഥാനം ഇപ്പോൾ 10 വർഷം പൂർത്തീകരിക്കുകയാണ്. അതോടുള്ള ബന്ധത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഇന്നലകളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, നാളെയുടെ പ്രതീക്ഷകളെക്കുറിച്ച് അതിൻ്റെ സംഘാടകർ ഈ അഭിമുഖത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. ഈ അഭിമുഖത്തിൽ അതിൻ്റെ സംഘാടകരായ ചെയർമാൻ റവറൻഡ് KP ശശി, വൈസ് പ്രസിഡന്റ് റവറൻഡ് ജസ്റ്റിൻ ജോസ്, ജനറൽ സെക്രട്ടറി റവറൻഡ് ക്രിസ്റ്റിൻ ജോൺ, ലീഗൽ ചെയർമാൻ റവറൻഡ് ഷിമോൻ മാണി ഷൈൻ എന്നിവർ ഈ അഭിമുഖത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു. നമ്മൾക്ക് അവരുടെ വാക്കുകളെ ശ്രദ്ധിക്കാം. സ്വാഗതം ചെയ്യുന്നു ഹാർവസ്റ്റ് ടിവിയുടെ ഈ മുഖാമുഖത്തിലേക്ക്. പ്രവർത്തന തലത്തിൽ 10 വർഷം എന്നുള്ളത് ചെറിയൊരു കാലയളവല്ല. എന്നാൽ ഈ 10 വർഷം എന്ത് ചെയ്തു എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ്. ധാരാളം സംഘടനകൾ ഇന്ന് പെന്തക്കോസ്ത് സമൂഹത്തിൽ അതിൻ്റെ പ്രവർത്തന തലങ്ങളെ പരിപോഷിപ്പിക്കാനുണ്ടെങ്കിൽ തന്നെയും അതൊക്കെ കടലാസിൽ ഒതുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ APA പ്രവർത്തന തലത്തിൽ ഏതെല്ലാം ഈ 10 വർഷം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടറായിരിക്കുന്ന റവറൻഡ് KP ശശിയോടാണ് ആദ്യത്തെ എൻ്റെ ചോദ്യം. കഴിഞ്ഞ 10 വർഷം ക്രിയാത്മകമായി പെന്തക്കോസ്ത് സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? പെന്തക്കോസ്ത് സമൂഹത്തിന് വേണ്ടി പൊതുവെ എടുത്തു പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സഭകൾക്ക് നേരെ ഉണ്ടായ, ദൈവദാസന്മാർക്ക് നേരെ ഉണ്ടായ, ആരാധനകൾക്ക് നേരെ ഉണ്ടായ വളരെ തടസ്സങ്ങൾ, അതിക്രമങ്ങൾ, ആക്രമണങ്ങൾ, അക്രമരഹിത മാർഗങ്ങളിലൂടെ വളരെ സമാധാനപരമായി ഭരണാധികാരികളുടെ അടുക്കലും അതുപോലെ തന്നെ നിയമപാലകരുടെ അടുക്കൽ ഒക്കെ കൊണ്ടുപോയി തൽക്ഷണം തന്നെ പ്രതിവിധി കാണുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നും. അങ്ങനെ ഞങ്ങൾ 2015 ആണ് ഈ പ്രസ്ഥാനം ആരംഭിക്കാനിടയായത്. 2015 തന്നെ ആറ്റിങ്ങൽ സംഭവം പെന്തക്കോസ്ത് സമൂഹത്തെ, അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തെ വളരെ ഞെട്ടിച്ചതായ ഒരു സംഭവമാണ്. ആ സംഭവത്തെ പല മേഖലകളിൽ നിന്നും ചില പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടിക്കാരും ആ പ്രതിഷേധവുമായിട്ട് മുമ്പോട്ട് വന്നു. പക്ഷെ അത് അന്ന് വൈകുന്നതോടുകൂടി തന്നെ എല്ലാം കെട്ടടങ്ങുകയാണ് ചെയ്തത്. എന്നാണ് ഞങ്ങളുടെ ഈ പ്രസ്ഥാനം ഉടലെടുത്ത് വരുന്ന ആ ടൈമുമായിരുന്നു. അങ്ങനെ എല്ലാ ദൈവദാസന്മാരും സഭാ സംഘടനകളുമായി ആലോചിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഹാർവസ്റ്റ് TV ഒക്കെ ആലോചിച്ചുകൊണ്ട്, അന്ന് സെക്രട്ടേറിയറ്റിന്റെ പഠിക്കലും രക്തസാക്ഷി മണ്ഡപത്തിലും പ്രത്യേകിച്ച് വാർത്താ സമ്മേളനങ്ങളും പ്രതിഷേധ സംഗമവും പ്രാർത്ഥനാ കൂട്ടായ്മയും നടത്തുകയും, ആ പ്രതിഷേധ സംഗമത്തിലും പ്രാർത്ഥനാ കൂട്ടായ്മയിലും 100 കണക്കിന് ദൈവദാസന്മാരും വിശ്വാസ സമൂഹവും തടിച്ചുകൂടാനിടയായി. ഈ ജനത്തിന്റെ നടുവിലേക്ക് ഇന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന, മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ അവർ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയും പെന്തക്കോസ്തുകാർക്ക് നിർഭയം എവിടെയും ആരാധിക്കാം, ആരും നിങ്ങളെ തടയില്ല, നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഉള്ള വാക്കുകൾ പ്രസ്താവിക്കുകയും, അതിനോടൊപ്പം തന്നെ CPIയുടെ ദേശീയ നേതാവാണ് ശ്രീമാൻ പൊന്നിൻ രവീന്ദ്രൻ സാർ അവർ, അദ്ദേഹം വന്നിരുന്നു. അതുപോലെ ഒട്ടനവധി മന്ത്രിമാര്, MLA മാര്, MP മാര് എല്ലാം വന്ന് ആ സംഗമത്തിൽ സംസാരിക്കുകയും പെന്തക്കോസ്തുകാർക്ക് ഒരു കൈത്താങ്ങായി അവരെ തീരുകയും ചെയ്തു. ആ വിഷയം ദേശീയ മാധ്യമങ്ങളിലും ലൈവ് ചാനലുകളിലും ഏഷ്യാനെറ്റ് ഉൾപ്പെടെ സംരക്ഷണം ചെയ്തു. അത് പൊതുവിൽ ദേശം മുഴുവനും അറിയുന്ന ഒരു വിധത്തിലേക്ക് മാറി. എന്നാൽ അതിനുശേഷവും
അതിക്രമങ്ങളും ആക്രമണങ്ങളും പാസ്റ്റർമാർക്ക് നേരെയും അതിലെടുത്തു പറയുന്ന പരളി അസംബ്ലി സഭയുടെ ഒരു സുന്ദരൻ എന്ന് പറയുന്നൊരു സഹോദരനെയും അവിടെയുള്ള പാസ്റ്റർ ബിനു എന്ന് പറഞ്ഞ പാസ്റ്ററെയും ഒരു സംഘം സുവിശേഷ വിരോധികൾ അദ്ദേഹത്തിന്റെ വാഹനം ടയറിനെല്ലാം കുത്തിക്കീറുകയും ആക്രമിച്ച് വെട്ടേറ്റു പരിക്കേറ്റൊക്കെ വീഴുകയും ചെയ്തു. പക്ഷെ ഞങ്ങളുടെ അവിടുത്തെ ജില്ലയുടെ പ്രസിഡന്റാണ് ഈ ബിനു എന്നുള്ളതാണ്. അദ്ദേഹം ഞങ്ങൾക്ക് തന്ന റിപ്പോർട്ട് അനുസരിച്ച് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾ രാത്രി 11 മണിയായപ്പോൾ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സർ കടകംപള്ളി അദ്ദേഹത്തെ വിളിച്ചുണർത്തി. അദ്ദേഹം അവിടെയുള്ള MLA-യുമായിട്ടും പാർട്ടിപരമായി ബന്ധപ്പെട്ട് ഒരു 11:30 ആയപ്പോൾ തന്നെ 9 പേരെ അറസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം അത് ക്യാബിനറ്റിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെവരെ അറിയുകയും DGP ഉൾപ്പെടെവരെ ബന്ധപ്പെടുത്തി കൂടുതൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അതിക്രമങ്ങളിൽ അതുപോലെ അടുത്ത സമയങ്ങളിലും അനവധി ദൈവദാസന്മാരെ അതിക്രമിച്ച് ഹോസ്പിറ്റലിൽ ചർച്ചിൽ കയറി ആക്രമിച്ച സംഭവങ്ങൾ PMG എന്ന പ്രസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനും ഞങ്ങളത് പ്രതിഷേധമായിട്ടും അതിന്റെ നിയമ നടപടികളായിട്ട് പോകാൻ ദൈവം സഹായിച്ചു. ഈ അടുത്തിടയ്ക്ക് ജോബ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ, അദ്ദേഹത്തെ മറയമുട്ടം പാറശാല, അന്നും ഞങ്ങളാണത് പോയി നേരിട്ട് കാണുകയും MLA-മാരെയും മന്ത്രിമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കാര്യങ്ങൾക്ക് മുമ്പോട്ട് നീങ്ങാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ പാസ്റ്റർമാരെയും വിശ്വാസികളെയും കള്ളക്കേസിലും ആക്രമണത്തിലും ഒക്കെ പെടുത്തിയ അനവധി സംഭവങ്ങൾ നിയമപരമായും അധികാര കേന്ദ്രങ്ങളിലും കൊണ്ടുപോയി തൽക്ഷണം പ്രതിവിധി കാണാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. സഭകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സഭകൾ, വർഷങ്ങളായി അടഞ്ഞു കിടന്ന അനവധി സഭകൾ. കോട്ടയം ജില്ലയിൽ ചിങ്ങമനം ഫിലദൽഫിയ എന്ന് പറയുന്നൊരു ചർച്ച് AC ഹാളാണ്. ആ ഹാളിനവരെയും അടച്ചു കളയേണ്ടുന്ന സന്ദർഭം ഉണ്ടായി. അടച്ചിടേണ്ടി വന്നു. മാസങ്ങളോളം അടച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ആ ശ്രദ്ധയിൽപ്പെട്ട വിഷയം ഞങ്ങൾ അതിൻ്റെ 1/3 തന്നെ നമ്മുടെ കടകംപള്ളി സാറിനെ കണ്ടു. അദ്ദേഹം ഇപ്പോഴത്തെ മിനിസ്റ്റർ ആയിരിക്കുന്ന കോട്ടയത്ത് പ്രതികരിക്കുന്ന മിനിസ്റ്റർ അദ്ദേഹവുമായി ബന്ധപ്പെടുത്തി. അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. ആ നിമിഷം തന്നെ ആ ആലയം പിറ്റേ ദിവസം തന്നെ തുറക്കുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങി. ചിങ്ങമരം അവിടെ തന്നെ റാന്നിയിലൊരു ചർച്ച് പ്ലാച്ചേരി അതും ഇതുപോലെ അടയ്ക്കേണ്ടതായ സാഹചര്യം വന്നു. അത് ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ അവിടെയുള്ള റാന്നി MLA-യും രാജു അബ്രഹാം സാറും ഒക്കെ ഇടപെട്ട് തൽക്ഷണം അത് തുറന്നു കൊടുക്കാൻ ഇടയാക്കി. ഈ തൊട്ടടുത്ത് ഉള്ള 3.5 വർഷം പൂട്ടിയിട്ടിരുന്ന PMG-യുടെ ഒരു ചർച്ച് വേറ്റിനാട്, ആ വേറ്റനാട് ചർച്ച് 3.5 വർഷം അടച്ചു പൂട്ടിയിട്ടിരുന്ന അതും AC ഹാളാണ്. AC ഹാളായിട്ടും അടച്ചു പൂട്ടിയിരുന്നു. അങ്ങനെ അത് പഞ്ചായത്ത് മൊത്തത്തിലൊരു തീരുമാനത്തിലാണ് അടച്ചത്. അത് പറയുന്നത് അവിടെ ആരാധനയ്ക്കുള്ള ഒരു സ്ഥലമല്ല, ആവശ്യമില്ല. ജനം ഇളകുകയെന്നാ പറഞ്ഞത്. പക്ഷെ ജനമൊന്നും ആരും ഇളകിയതല്ല. അതുമല്ല ചില താല്പര്യകക്ഷികളുടെ നിർബന്ധമായിരുന്നു. എന്നാൽ അതിന് ഞങ്ങൾക്ക് ഇടപെടാനും ആ 3.5 വർഷം എന്നുള്ളത് വേഗത്തിൽ ഞങ്ങൾക്കൊരു 1.5 ആഴ്ച കൊണ്ടത് തുറന്ന് പരിഹരിക്കാനായിട്ട് ദൈവം സഹായിച്ചു. അതുപോലെ മുഖ്യമന്ത്രിയുടെ സമ്പർക്ക പരിപാടിയിൽ അസംബ്ലി സഭയുടെ ചീനിവട ചർച്ച് അടച്ചുപൂട്ടാൻ ഉള്ള ഓർഡർ വന്നു. അങ്ങനെ DYSP-യുമായി നമ്മുടെ കാട്ടാക്കട പ്രതിനിധീകരിക്കുന്ന IV സതീശൻ സാർ MLA ആയിട്ടും അതുപോലെ G സ്റ്റീവൻ സാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് അടച്ചുപൂട്ട് വക്കലിലെത്തിയിരുന്നതിന് അടച്ചുപൂട്ടാതെ തന്നെ ഇന്ന് അവിടെ 40 ദിവസം ഉപവാസം നടക്കുകയാണ്. അതുപോലെ ഇങ്ങനെ എടുത്തു പറഞ്ഞാൽ ഞങ്ങള് അതുപോലെ തന്നെ നമ്മുടെ അസംബ്ലി സഭയുടെ ഒരു ചർച്ചാണ് നിലമേൽ ചർച്ച്. പാസ്റ്റർ പ്രസാദ് അദ്ദേഹത്തിന്റെ പേരിന് 18 കള്ളക്കേസുകൾ, വാൾ പോസ്റ്റുകൾ ഒട്ടിച്ചു, അതുപോലെ ഫ്ലക്സ് ബോർഡുകൾ വെച്ചു. അദ്ദേഹം അവിടെ സുവിശേഷ പ്രവർത്തനം മാത്രമേ നടത്തുന്നുള്ളൂ. ഒരു 20 സെന്റ് സ്ഥലവും ഒരു സഭാഹാളും ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ സഭാഹാളിനെ അടച്ചുപൂട്ടാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കായിപ്പോയി. ഞങ്ങളുടെ APയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വിരോധമായി വരുന്ന അതിന് നേരെയാണ് ഞങ്ങൾ തിരിയുന്നത്. ഞങ്ങൾ ഒരുപാട് പരസ്യങ്ങളൊന്നും കൊടുക്കാറില്ല.
പക്ഷെ ഞങ്ങളത് നിയമപരമായി ഞങ്ങൾക്ക് ഇന്നത്തെ ചീഫ് മിനിസ്റ്റർ മുതൽ ഇനി താഴോട്ടുള്ള ആര് വേണമെങ്കിലും ഏത് സമയത്തും ബന്ധപ്പെടാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ട്. DGP പോലുള്ളവരെ ബന്ധപ്പെടാനുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ ഈ 140 MLA-മാരുമായിട്ടും ബന്ധപ്പെടേണ്ട നമ്പറുകളും മറ്റു കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ മന്ത്രിമാരുള്ള എല്ലാവരും ഉള്ള, ചീഫ് മിനിസ്റ്ററുള്ള, നമ്മുടെ എല്ലാ MLA-മാരുള്ള, എല്ലാ MP-മാരുള്ള ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് EAPക്കുണ്ട്. ഈ പ്രശ്നം ഞങ്ങൾ അവിടെ ഇടുമ്പോൾ തന്നെ അവർ ഞങ്ങളെ ബന്ധപ്പെടുകയും ഞങ്ങൾ അങ്ങോട്ട് ബന്ധപ്പെടുകയും നിരവധി പ്രാവശ്യം ചീഫ് മിനിസ്റ്ററുമായിട്ടും അതുപോലെ തന്നെ എല്ലാ വകുപ്പ് മന്ത്രിമാരുമായിട്ടും ഇടപെട്ടുകൊണ്ട് പെന്തക്കോസ്തിന് സമൂഹത്തിന് വന്ന ഈ ആലയങ്ങൾക്കും ആരാധനകൾക്കും സഭകൾക്കും ദൈവദാസന്മാർക്കും വന്ന ചുരുക്കം പറഞ്ഞത് 100 കണക്കിന് കാര്യങ്ങൾ രേഖാമൂലം കാണിക്കാൻ ഞങ്ങളുടെ പക്കലുണ്ട്. ഇത് ഇപ്പോൾ കാണിക്കാൻ ഒക്കത്തില്ല. 100 കണക്കിന് ഞങ്ങൾക്കൊരു 10 വർഷത്തെ നാൾ വഴികളെന്ന് കാണിക്കുന്ന ഒരു സുവനീർ തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതിനോടൊപ്പം ഞങ്ങൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തം. ഈ കാലഘട്ടത്തിൽ പെന്തക്കോസ്ത് സഭകൾ അഭിമുഖീകരിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ സെമിത്തേരി പ്രശ്നങ്ങൾ, ഇതുപോലെ ശബ്ദം ഉയരുന്നു എന്നുള്ള രീതിയിലുള്ള ഒത്തിരി പ്രതിസന്ധികൾ, അതുപോലെ തന്നെ സുവിശേഷം അറിയിക്കുന്നതിൽ പലപ്പോഴും അതിന്റെ മറ്റുള്ളവരുടെ എതിർപ്പ് വാങ്ങിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ തന്നെയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ 100 നിങ്ങൾ ഒരു സഭയ്ക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും വലിയ കാര്യം തന്നെ. ഈ കാലഘട്ടത്തിൽ അതിനെ വിസ്മരിക്കാനോ തള്ളിക്കളയാനോ കഴിയുന്ന കാര്യം. കാരണം മതത്തിന്റെ പേരിലുള്ള സംഘർഷങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിൽ സമാധാന അന്തരീക്ഷം അല്ലെങ്കിൽ സമാധാനത്തിലൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനങ്ങൾ താഴെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവകാശങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പോഷക സംഘടനകൾ പെന്തക്കോസ്തിൽ നിലനിൽക്കുന്നു അല്ലെങ്കിൽ സജീവമാകുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യം തന്നെയാണ്. ലീഗൽ ചെയർമാനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഇത്തരം വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിയമപരമായിട്ടുള്ള ധാരാളം സഹായങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഒരു ലീഗൽ ചെയർമാൻ എന്നുള്ള നിലയിൽ, APയുടെ ലീഗൽ ചെയർമാൻ എന്നുള്ള നിലയിൽ ഇത്തരം വിഷയങ്ങളിൽ ഈ 10 വർഷത്തിനിടയിൽ പാസ്റ്റർ പറഞ്ഞ പോലെ 100 കണക്കിനുണ്ട്. അത്തരം വിഷയങ്ങളിൽ ഏത് തരത്തിലുള്ള സഹായങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് നിയമപരമായിട്ടുള്ളത്? അത് ഏത് രീതിയിൽ അവർക്ക് ആ രീതിയിൽ ഈ സഭകൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഭരണഘടന ഏത് മതത്തിനും ഏത് വിശ്വാസങ്ങൾക്കും യോഗ്യമായ ഒരു ഭരണഘടനയാണ് നമുക്ക് നിലവിലുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ഇവിടങ്ങളായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചില പ്രത്യേക താല്പര്യത്തോടെ ചില പ്രത്യേക ഗ്രൂപ്പുകളും രാഷ്ട്രീയമായിട്ടൊക്കെ ദൈവസഭയ്ക്കെതിരായ വ്യക്തിപരമായിട്ട് വരുമ്പോഴും അതേത് നിലയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പൊളിറ്റിക്കൽ ലീഡറായിരിക്കുന്ന ഞങ്ങളുടെ ഒരു സെക്ഷനുണ്ട്. ചെയർമാനുമായി ആലോചിച്ച് ഞങ്ങൾക്ക് ഇതിൽ തന്നെ ഈ APയിൽ തന്നെ ഞങ്ങൾക്ക് അഡ്വക്കേറ്റ്മാരുണ്ട്, എൻ്റെതായ ഒരു ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ആലോചിച്ച് നിയമപരമായ വിഷയത്തിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കലുമായി ചേർന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇതുവരെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ധാരാളം അഭിഭാഷകരുണ്ട് എന്ന് കേട്ടു. ഇപ്പൊ ചില വിഷയങ്ങളിലൊക്കെ ഇത്തരത്തിൽ അഭിഭാഷകരുടെ ഇടപെടലുകൾ സാധ്യമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഈ കോടതിയിൽ പോകേണ്ട സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? കോടതിയിൽ കഴിവതും ഞങ്ങൾ ഈ വിഷയങ്ങൾ കോടതിയിൽ വിടാതെ തന്നെ അതിൻ്റെ നിയമവിഷയങ്ങൾ മനസ്സിലാക്കി, അതിൻ്റെ വരികാര്യങ്ങൾ മനസ്സിലാക്കി, രാഷ്ട്രീയമായ തലത്തിലും നിയമമായ തലത്തിലും അതിന് പരിഹരിക്കുക എന്നുള്ളതാണ് നാളെ വരെ ചെയ്തു വരുന്ന വിഷയം. പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സമൂഹം എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അത് പോലീസുകാർക്ക് ഒരു വലിയൊരു ആശ്വാസമാണ്. കാരണം മറ്റ് ധാരാളം വിപത്തുകൾക്കെതിരെ പ്രതികരിക്കുന്നവരും ലഹരി പോലുള്ള വിപത്തുകൾക്കെതിരെയൊക്കെ നിലകൊള്ളുന്നവരും അതൊന്നും ഉപയോഗിക്കാത്തവരുമാണ്. അവര് സമാധാനം ഉണ്ടാക്കുന്നവരാണെന്നുള്ളൊരു ചിന്ത പോലീസിന്റെ ഭാഗത്തുനിന്ന്. തീർച്ചയായും ഇത്തരം വിഷയങ്ങളിൽ പോലീസിന്റെ സമീപനം നമുക്ക് എങ്ങനെ സഹായകമായി തീർന്നിട്ടുണ്ട്? നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അനേക മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനൊക്കെ അടിമകളായ ഒത്തിരി പേര് ഈ APയുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അവരെ കൗൺസിൽ ചെയ്യുവാനും അവരെ ആത്മീയമായ നിലയിൽ നിർത്തുവാനും കഴിഞ്ഞത് പോലീസ് പരമായ നിലകളിൽ ഞങ്ങൾക്ക് നന്നായിട്ടുള്ളതായ ബന്ധങ്ങളും അഭിപ്രായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വേറെ പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് പോലീസ് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഈ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തോട് വലിയ താല്പര്യം കാണിക്കുന്നത് കണ്ടിട്ടില്ല. എന്നാൽ കേരളത്തിൽ അങ്ങനെ അല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്തരം വിഷയങ്ങൾ കോടതിയിൽ പോകാത്ത തന്നെ പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ പോലീസ് എത്രത്തോളം നമ്മളെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഈ ഇടയ്ക്ക് ചീനിവിടെ നടന്ന വിഷയം
ആ വിഷയം DGP-യുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ കടന്നുപോയി സംസാരിച്ചത്. അത് നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ ജനസമ്പർക്ക പരിപാടിയുമായിട്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വിഷയം എന്താണെന്ന് നോക്കി ഉടനടി തീരുമാനമെടുത്ത് മുഖ്യമന്ത്രി അറിയിക്കാനാണ് പറഞ്ഞിരുന്നത്. അതിനെ വൈൻഡപ്പ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ ഒരു പരിധിവരെ നമുക്ക് ബുദ്ധിമുട്ടുകളുള്ള വിഷയങ്ങളുണ്ട്. പക്ഷേ അവിടുത്തെ രാഷ്ട്രീയപരമായ ആൾക്കാരും നമ്മുടെ MLA-യുടെ സഹായത്തോടു കൂടി ഞങ്ങൾ DGP-യുടെ അടുത്ത് പോവുകയും നമ്മുടെ ചെയർമാൻ ഒരു ചോദ്യം ചോദിച്ചു, അങ്ങനെ മുഖ്യമന്ത്രി പെന്തക്കോസ്ത് സഭ അടച്ചിടാൻ പറയില്ലല്ലോ, ആ നിലയിൽ സംസാരിക്കുകയും, അപ്പോൾ നമ്മുടെ ചെയർമാൻ ചോദിച്ച കാര്യം എങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന സഭ അടച്ചിടാൻ രേഖാമുഖാന്തരം അടച്ചിടാൻ പറഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക് രേഖ തരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ തരില്ലല്ലോ. ആ നിലയിൽ അതിനെ കാര്യം പരിഹരിച്ചു. ഇപ്പോൾ ആരാണ് നടക്കുന്നു, ശബ്ദത്തിന് ചില ക്രമീകരണം ചെയ്യണമെന്ന് പറഞ്ഞു, ചെയ്ത് ഇപ്പോൾ തടസ്സം കൂടെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദം എന്ന് ഇവിടെ നമ്മൾ പറഞ്ഞപ്പോ പലയിടങ്ങളിലും ശബ്ദം ഒരു വലിയ വിഷയമാണ്. അത് പോലീസ് തന്നെ അക്കാര്യത്തിൽ പലപ്പോഴും നിർദ്ദേശങ്ങൾ നൽകിയതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്? ഇങ്ങനെയുള്ള വിഷയം വന്നാൽ നമ്മൾ സമീപിച്ചാൽ അവരിൽ നിന്ന് ഒരു നല്ല സമീപനം ലഭിക്കാറുണ്ടോ? ഏത് രീതിയിലാണ് അവരത് കൈകാര്യം ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ നടത്തുന്ന ഒരു പല പ്രവർത്തനങ്ങൾ ഒന്നാണ് ഞങ്ങളുടെ ഒരു വലിയ കൺവെൻഷനുണ്ട്, പ്രസ് കണ്ടുള്ള ശബ്ദം കൊണ്ട്. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് എല്ലാവരുടെ ഭാഗത്തും നമുക്ക് അനുകൂലമായ സാഹചര്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. APയുടെ ജനറൽ സെക്രട്ടറി റവറൻഡ് ക്രിസ്ത്യൻ ജോണിനോട് ചോദിക്കുന്നു, 10 വർഷത്തെ പ്രവർത്തനങ്ങൾ, ഈ 10 വർഷവും ഇതിന്റെ നട്ടല്ലായി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സ്ഥാനമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനം എന്നുള്ളത്. ഈ 10 വർഷത്തെ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് ചെയർമാൻ ഉണ്ട്, മറ്റ് വിവിധ ഭാരവാഹികളുണ്ട്, എന്നിരുന്നാൽ തന്നെയും ജോലി കൂടുതൽ, പ്രത്യേകിച്ച് ഉത്തരവാദിത്വം കൂടുതൽ സെക്രട്ടറിക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 10 വർഷത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധയിൽപ്പെട്ടതും ചാരിതാർത്ഥ്യം തോന്നുന്നതുമായ ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. അത് ഏതൊക്കെയാണ്? നേരത്തെ നമ്മുടെ ചെയർമാൻ പറഞ്ഞതുപോലെയുള്ള വിഷയങ്ങളാണ് മെയിനായിട്ടും. പ്രധാനമായിട്ടും ഒരു പെന്തക്കോസ്ത് സമൂഹത്തിന് വേണ്ടി ചെയ്തത് എന്ന് പറയുമ്പോൾ ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക് ഏറ്റവും സന്തോഷം തരുന്നത് അടയപ്പെട്ട സഭകൾ, നിർത്തലാക്കപ്പെട്ട ആരാധനകൾ തുടർന്ന് ആരാധന സജ്ജമാക്കി തീർക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്ത് വിലയും കൊടുക്കുവാൻ തയ്യാറായവരാണ് പെന്തക്കോസ്ത് സമൂഹം. എന്നിട്ട് പോലും നമ്മുടെ നിയമം അനുശാസിക്കുന്ന ആ മതസ്വാതന്ത്ര്യം, അവകാശമുള്ള നമ്മുടെ ഈ ഭാരതത്തിൽ 100% സാക്ഷരതയുള്ള, സാംസ്കാരികമായിട്ട് വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറെക്കുറെ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന സംസ്ഥാനമാണ്. എന്നിട്ട് പോലും പെന്തക്കോസ്ത് സമൂഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ആരാധനകളെ തടസ്സം ചെയ്യുന്ന ഒരു അനുഭവം എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴായിട്ട് കാണുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ APIക്ക് ശക്തമായിട്ടുള്ള നിലപാടെടുക്കുവാനും അതിനുള്ള പരിഹാരം കാണുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ചാരിതാർത്ഥ്യം നൽകുന്ന അവസ്ഥ. ഓക്കെ, ഈ ഇത്തരം വിഷയങ്ങളിൽ അധികാരികളെയൊക്കെ കാണേണ്ടി വരുമ്പോൾ അവരിൽ നിന്ന് ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? ഏത് ഇപ്പോ ജനപ്രതിനിധികളായിരുന്നാലും ഭരണാധികാരികളായിരുന്നാലും അതുപോലെ പോലീസ് അധികാരികളായിരുന്നാലും അവിടെ ഭാഗത്തു നിന്നെല്ലാം വളരെ നമുക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്, പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അവര് നിയമം പാലിക്കേണ്ടവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിയമം അനുശാസിക്കുന്ന ആരാധനാ സ്വാതന്ത്ര്യത്തിന് എതിരായിട്ട് സംസാരിക്കുക എന്നത് അവരുടെ നയത്തിന് എതിരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുവരെയും ഭരണാധികാരിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് എതിരായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഇതുവരെയും ഉണ്ടായി. പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്ത് സഭകളുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും അത് ഈ സമൂഹത്തോടുള്ള ഒരു അവഗണനയായിട്ടോ അല്ലെങ്കിൽ അവകാശ ലംഘനമായിട്ടും ഇത്തരത്തിലുള്ള അധികാരികൾക്ക് തോന്നാറുണ്ടോ നമ്മൾ അവരെ സമീപിക്കുമ്പോൾ? തീർച്ചയായിട്ടും. അപ്പോൾ തന്നെ പലപ്പോഴും പല വിഷയങ്ങളിലും ഞങ്ങൾ ചെന്ന് അവരെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുമ്പോൾ
ഏതെല്ലാമൊക്കെയോ നിലവാരങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉളവാക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങളാണ് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ പോലീസ് അധികാരികളെ ആയിരുന്നാലും ഒരു എന്താണ് വർഗീയവാദികളോ അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് ബന്ധുക്ക സമൂഹത്തിനെതിരായിട്ടുള്ള ഏതെങ്കിലും നിലവാരത്തിൽ ആരെങ്കിലും സമീപിക്കുമ്പോൾ എന്താണ് യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എന്ത് ചെയ്യുന്നത് ധരിപ്പിക്കപ്പെടുന്നത്. അപ്പൊ പലപ്പോഴും പണ്ട് കാലങ്ങളിൽ ബന്ധുക്കോസ് സമൂഹം പ്രാർത്ഥന എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ട് പ്രതികരിക്കാറില്ല. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, പോലീസ് അധികാരികൾ എന്താണ് ധരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്തില്ല, കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞങ്ങൾ ചെന്ന് കാണുമ്പോഴാണ് അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള വസ്തുതകൾ മനസ്സിലാക്കുകയും നമ്മളതിന്റെ യാഥാർത്ഥ്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറ്. മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് കേരളത്തില് ഈ എവിടെ എന്ത് പെന്തക്കോസ്ത് സമൂഹങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു പ്രതികരണമോ ആക്രമണമോ ഉണ്ടായാൽ തന്നെ അത് സുവിശേഷ വിരോധികളുടെ ആക്രമണമായിട്ടും അതുപോലെ തന്നെ സുവിശേഷത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ടൊക്കെ ചിലര് മാറ്റി അത് അങ്ങനെ ആക്കി തീർക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്ന് തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ചെയ്തിട്ടും സുവിശേഷത്തിന്റെ പേരിലേക്ക് ഇട്ടിട്ട് അത് ആ ഒരു തരത്തിൽ അതിലേക്ക് മാറ്റിയെടുക്കുന്ന ചില വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള ചില വിഷയങ്ങളിൽ ചെന്ന് പെടേണ്ടതായി വന്നിട്ടുണ്ടോ? അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ പറഞ്ഞ കാര്യം മനസ്സിലായി. എപിയുടെ ഒരു പ്രത്യേകത അതാണ്. എപിയെ സംബന്ധിച്ച് കേരളത്തിൽ നമുക്ക് എല്ലാ ജില്ലകളിലും ജില്ലാ തലങ്ങളിലുള്ള അതുപോലെ തന്നെ അതിന് താഴെ മണ്ഡലങ്ങൾ, പഞ്ചായത്തുകൾ, കമ്മിറ്റികളുണ്ട്. അപ്പോൾ ഓരോ ഏരിയകളിലും നമ്മുടെ പ്രതിനിധികളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം കേട്ട ഉടനെ ഞങ്ങൾ എന്ത് ചെയ്യില്ല, ചാടി ഇറങ്ങുകയല്ല, മറിച്ച് ഞങ്ങളുടെ പ്രതിനിധികൾ വഴി അതുപോലെ തന്നെ ഞങ്ങൾക്ക് ബന്ധമുള്ള ജനപ്രതിനിധികളാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിന്റെ ഉദ്യോഗസ്ഥരായിരുന്നാലും അവര് വഴി കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും ഇടപെടാറുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ എന്താണ്, ചില വ്യക്തിപരമായ വിഷയങ്ങൾ കാണാം, അയൽക്കാരുമായിട്ടുള്ള തർക്കങ്ങൾ കാണാം. അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഞങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇടപെടാറൂ. ഞാനത് പറയാനുണ്ടായ കാര്യം, നമ്മുടെ തന്നെ ഈ രംഗത്ത്, അതായത് മൈനോറിറ്റിയിൽ പ്രവർത്തിക്കുന്ന, ദേശീയ മൈനോറിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ഒരിക്കൽ സംസാരിക്കേണ്ടി വന്നപ്പോൾ ഈ അതിര് തർക്കങ്ങൾ, അതുപോലുള്ള പരസ്പരം വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യങ്ങളൊക്കെ പലപ്പോഴും മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ സംഘർഷങ്ങളുടെ ഇതിലേക്ക് എടുത്തിട്ട് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിൽ പലപ്പോഴും ഇടപെട്ടതിന് ശേഷമാണ് അബദ്ധമായി പോകുന്ന പലപ്പോഴും പല സംഘടനകളും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചു. ഉത്തരം വളരെ കൃത്യമാണ്. എപിയുടെ വൈസ് പ്രസിഡന്റ് ആണല്ലോ റവറൻഡ് ജസ്റ്റിൻ ജോസ്. ഇപ്പോഴ് എപിയെ 10ാമത് വർഷത്തിലേക്ക് വന്നിരിക്കുകയാണ്, 10ാമത് വാർഷികത്തിലേക്ക് വരികയാണ്. ഒരു വലിയ വാർഷിക പ്രോഗ്രാം നടത്തുന്നതിനുള്ള ക്രമീകരണം തിരുവനന്തപുരത്ത് നടന്നു വരികയാണ്. വാർഷികവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? വാർഷികവുമായി ബന്ധപ്പെട്ട് അഖിലേന്ത്യാ പെന്തക്കോസ്ത് ഐക്യവേദിയുടെ 10ാമത് പ്രതിനിധി സമ്മേളനമാണ് പ്രധാനമായും. കേരളത്തിലുള്ള എല്ലാ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളും, അതായത് 152 പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലുള്ള ലീഡേഴ്സും പ്രതിനിധികളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏപ്രിൽ 14-ാം തീയതി വൈകുന്നേരം 3 മണി മുതലാണ് ഈ പ്രതിനിധി സമ്മേളനം കാട്ടാക്കടയിൽ തൂങ്ങാമ്പാറ എന്ന് പറയുന്ന വിശ്വംഭരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത്. അതിൽ ജനപ്രതിനിധികൾ സംബന്ധിക്കുന്നുണ്ട്, മന്ത്രിമാർ, MLA-മാർ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. പെന്തക്കോസ്ത് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അതിന്റെ ചുമതലപ്പെട്ട പ്രസിഡന്റുമാർ, സൂപ്രണ്ടുമാർ തുടങ്ങിയ ലീഡേഴ്സ്, അതുപോലെ മേഖലാ ഡയറക്ടർമാർ പങ്കെടുക്കുന്നുണ്ട്. IPC, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ്, മറ്റുതര ഇൻഡിപെൻഡന്റ് പെന്തക്കോസ്ത് സഭകളിലെ ലീഡേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അതിൽ പ്രധാനമായും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നാളിതുവരെ 10 വർഷം ഈ എപിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ തന്നെ ഇന്ന് പെന്തക്കോസ്ത് സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ, ഐക്യമായി നിന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അറിയിക്കുക. അപ്പോൾ തന്നെ ശുശ്രൂഷയിൽ 50 വർഷം പൂർത്തിയാക്കിയ ശുശ്രൂഷകന്മാരെ പ്രത്യേകം ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ജില്ലയിൽ നിന്നും പ്രധാനമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിലരെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്.
അപ്പോൾ തന്നെ API-യുടെ 10ാമത് വാർഷിക സമ്മേളനത്തോട് അനുബന്ധിച്ച് 13-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 3 മണി മുതൽ ഒരു വിളംബര ബൈക്ക് റാലി നടത്തപ്പെടുന്നുണ്ട്. അതും ഈ 10ാമത് സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ദേശത്ത് അറിയിക്കുക എന്നുള്ള വിഷയമാണ്. അതുപോലെ ഈ API-യുടെ പ്രധാന ഉദ്ദേശം ഈ സമ്മേളനത്തിലൂടെ ഇന്ന് സമൂഹത്തിൽ വളർന്നു വരുന്ന തിന്മകൾക്കെതിരായി വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ MDMA, അതുപോലെ ലഹരിയുടെ അതുപോലെ തന്നെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട്. ആ തലമുറകളെ രക്ഷിച്ചെടുക്കുക, ലഹരിയില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് അവരെ മടക്കി വരുത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഈ സമ്മേളനത്തിലൂടെ പ്രധാനമായും നാം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം ഗവൺമെന്റ് പോലും ജാഗരൂകരായിരിക്കുന്നു. അതെ, എല്ലാ പ്രസ്ഥാനങ്ങളും ജാഗരൂകരായിരിക്കുന്നു ലഹരിക്കെതിരെ. അത് നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ ഒത്തിരി അപ്പുറത്ത് ആയി കഴിഞ്ഞു. അതെ, അത് ചെറിയ കുട്ടികളെ പോലും സ്വാധീനിക്കുന്ന തലത്തിലേക്ക്. അതെ, കർത്താവായ യേശുക്രിസ്തു ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ എന്നൊരു സന്ദേശം സമൂഹത്തോട് പറഞ്ഞു. ചെറുപ്പത്തിലെ അവർക്ക് കൊടുക്കുന്ന നല്ല ശീലങ്ങൾ ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പോലും വളരെ ഭയാനകമായാണ് നോക്കിക്കാണുന്നത്. ലഹരിയുടെ ഉപയോഗം, അത് നിമിത്തം കൊലപാതകങ്ങൾ, അത് നിമിത്തം മാതാപിതാക്കളെ നശിപ്പിക്കുക, സാമ്പത്തികമായ നഷ്ടം വരുത്തുക. അപ്പോൾ തന്നെ തലമുറ നശിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ഉദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണങ്ങൾ പ്രധാനമായും ചെയ്തു വരുന്നുണ്ട്. അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഫാസ്റ്റർ KP ശശി ഇതിന്റെ ഒരു സ്ഥാപകനാണല്ലോ. അപ്പോ ഏത് ലക്ഷ്യത്തോടെയാണ് ഇപ്പൊ നമ്മൾ ഇതുവരെയും API-യുടെ ഏകദേശം 10 വർഷത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചൊരു വിലയിരുത്തലാണ് നടത്തിയത്. ഏത് ലക്ഷ്യത്തോടെയാണ് API എന്നുള്ള പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ ഇടയായത്? ഇന്ന് ആ ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ എത്രത്തോളം മുന്നേറാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്? എന്നാണ് ഇത് തുടങ്ങിയത്? എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? ഇതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് എനിക്ക് ദൈവം തന്നൊരു നിയോഗമാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു വെറുതെ അങ്ങ് തുടങ്ങിയതല്ല. അല്ല, മതനിരപേക്ഷത ഉയർത്തിക്കാട്ടുന്ന ഇന്ത്യൻ ഭരണഘടന എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശം, സ്വാതന്ത്ര്യമാണ് നൽകിയത്. അങ്ങനെ ഇരിക്കവേ പെന്തക്കോസ്തുകാരായ നമ്മുടെ ആരാധനകൾക്കും പ്രാർത്ഥനകൾക്കും ആലയങ്ങൾക്കും സുവിശേഷ പ്രവർത്തനങ്ങൾക്കുമാണ് എപ്പോഴും എതിരുണ്ടാകുന്നത്. അപ്പോൾ എനിക്കിങ്ങനൊരു നിയോഗം കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് 2015 ജൂൺ മാസത്തിലാണ്, പ്രാരംഭഘട്ടത്തിലാണ് ഇതിൻ്റെ ഒരു 10-25ഓളം ദൈവദാസന്മാരെ, അതിപ്രധാനികളായ ദൈവദാസന്മാരെ ഒരുമിച്ച് വിളിച്ചു കൂട്ടുകയും അവരിൽ നിന്ന് എൻ്റെ ആശയങ്ങൾ അവരോട് ഞാൻ പങ്കുവച്ചു. ഈ സംഘടനയുടെ പേരെന്താകണമെന്നും അതിൻ്റെ ചുരുക്ക നാമകരണം എന്താകണമെന്നും ലക്ഷ്യങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്നൊക്കെ അതിനെക്കുറിച്ച് ഞാൻ നന്നായി അവരോട് വിശദീകരിച്ചു. എനിക്കിതിനെക്കുറിച്ച് പഠനം ഉണ്ടായിരുന്നു. ഞാൻ 32ാമത്തെ വർഷമാണ് പാസ്റ്ററായിരിക്കുന്നത്. ഇത് തുടങ്ങിയിട്ട് 10 വർഷമായിട്ടുള്ളൂ. ഞാൻ എന്നാൽ ദൈവവേലയിൽ ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് ദൈവം തന്നൊരു ആലോചനയിൽ ഒരു ഭാഗമാണ് ചില വർഷങ്ങൾ കഴിയുമ്പോൾ മറ്റൊരു ശുശ്രൂഷാ ഫീൽഡിലേക്ക് നിന്ന് കൊണ്ടുപോകുന്നുള്ള ദൈവത്തിൻ്റെ ഒരു ആലോചന കൂടെ ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണ് എന്നെ ഈ ഒരു വിഷയത്തിലോട്ട് ഈ 10 വർഷത്തിന് മുമ്പ് എത്തിച്ചത്. അത് അങ്ങനെ നിരവധി ദൈവദാസന്മാരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യും, ധാരാളം ഉപവാസങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു നിയോഗത്തിലേക്ക് വരികയും 2015 സൊസൈറ്റി ആക്ടിന് കീഴിലാണ് രജിസ്റ്റർ ചെയ്തത്. 15 പേരാണ് ഇതിന്റെ കമ്മിറ്റിയിൽ, ആദ്യ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഒരു കമ്മിറ്റി തന്നെ 51 പേരടങ്ങുന്ന കമ്മിറ്റിയാണ് നാഷണൽ കമ്മിറ്റി. ആ നാഷണൽ കമ്മിറ്റിയിൽ 51 പേരിൽ നിന്നും 1/3 ഭാഗം പരമോന്നത കമ്മിറ്റി ആയിരിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ട് അതിൽ നിന്ന് മാറുകയാണ്. അതിൽ 18ഓളം പേര് വരും. 51-ൽ 101 കമ്മിറ്റിയാണ് ആണ് ചീഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അതിൽ ഏതാണ്ട് 18ഓളം വരും. അതില് ചെയർമാൻ വരും, നാഷണൽ പ്രസിഡന്റ് വരും, ജനറൽ സെക്രട്ടറി വരും, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി വരും, ലീഗൽ ചെയർമാൻ വരും, അതുപോലെ ചാരിറ്റി, പബ്ലിസിറ്റി, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു 18ഓളം പേരെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പോൾ ഏതൊരു കാര്യം വന്നാലും അവരാണ് ആ കാര്യം ആദ്യം അടിയന്തരമായി കൂടുകയും കൂടിയതിന് ശേഷം പിന്നെ അവർ ചെയ്യാണ്ടാവുന്ന കാര്യം ചെയ്യുകയും അപ്പോൾ തന്നെ എല്ലാവരും ഏറ്റെടുക്കുകയാണ് ചെയ്യുകയും അതിനുശേഷമാണ് പിന്നെ നമ്മുടെ ജനറൽ ബോഡിയോ നാഷണൽ സമിതിയോ വിളിക്കുന്നത്. നമുക്ക് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്, 21 പേരടങ്ങുന്ന സ്റ്റേറ്റ് കമ്മിറ്റിയാണ് കേരള സ്റ്റേറ്റ്. അങ്ങനെ അതിൽ 3 ഘടകം കമ്മിറ്റികളാണ്. ഒന്ന് കേരള സ്റ്റേറ്റ് കമ്മിറ്റി, മറ്റൊന്ന് കേരള സ്റ്റേറ്റ് വിമൻസ് വിങ് കമ്മിറ്റി, വേറൊന്ന് കേരള സ്റ്റേറ്റ് യൂത്ത് വിങ് കമ്മിറ്റി. ഇതിൽ 3 വിഭാഗത്തിൽ 21 പേര്. ഇതേ ഘടകങ്ങൾ തന്നെയാണ് ജില്ലയിൽ 15 പേര് വെച്ചുള്ള കമ്മിറ്റി അംഗങ്ങൾ വരും. ഈ 3 കാറ്റഗറിയിൽ വരും. അതുപോലെ മണ്ഡലങ്ങളിലും ഈ 11 പേരുള്ള ഈ 3 ഘടകങ്ങളിലും വരും. അതുപോലെ പഞ്ചായത്ത് തലത്തിൽ 9 അംഗ കമ്മിറ്റിയാണ് വരുന്നത്. ഈ നിലയിലാണ് ഇതിന്റെ ഘടന. അപ്പോൾ ദൈവം ദർശന നിയോഗപ്രകാരം 2015 സൊസൈറ്റി ആക്ടിന് കീഴിലാണ് 15 പേരുമായി തുടങ്ങി ഇന്ന് കേരളം മുഴുവനും വിവിധ സംസ്ഥാനങ്ങളിൽ കമ്മിറ്റികളായി ഞങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നില്ല. ഈ കേരളത്തിലുള്ള പോലെയുള്ള ഒരു കമ്മിറ്റിയുടെ ഫാം ചെയ്യുന്നില്ല. ഞങ്ങൾ ചെയ്തിരുന്നു, തമിഴ്നാട് ചെയ്തിരുന്നു. അത് നമുക്ക് ഒരു നമ്മുടേതായ പ്രവർത്തനങ്ങളുമായിട്ട് അത് ബുദ്ധിമുട്ട് വരുമെന്നുള്ളത് കൊണ്ട് അവിടെ വിഷയങ്ങൾ ഇടപെടാൻ കഴിയുന്ന വിധത്തിൽ കോർഡിനേറ്റേഴ്സിനെയാണ് അവിടെ നിയമിച്ചിരിക്കുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലും കോർഡിനേറ്റേഴ്സിനെയാണ് നിയമിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇത് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ഇടപെടലായിരുന്നോ ഈ ആറ്റിങ്ങൽ? നമുക്കൊരു അനുഗ്രഹിക്കപ്പെടുന്നതിലുള്ള ഒരു ഭരണഘടനയുണ്ട്. എപിക്ക് ഒരു ഭരണഘടനയുണ്ട്. അതായത് നമ്മുടെ എല്ലാ സഭാ സംഘടനകളുടെയും ഭരണഘടനകളും പരിശോധിച്ചാൽ അതിനകത്ത് കാണാൻ സുവിശേഷീകരണം, ആതുര പ്രവർത്തനങ്ങൾ മാത്രമാണ് ഭരണഘടനയിൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്നാൽ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ജഡ്ജ് ഇപ്പോൾ ഹിയറിംഗ് ചെയ്തുകൊണ്ടിരുന്ന ജഡ്ജിമാര്, അതുപോലെ തന്നെ റിട്ടയർഡ് മജിസ്ട്രേറ്റ്, ഹൈക്കോടതി, സുപ്രീം കോടതി, അതുപോലെ മറ്റ് ജില്ലാ കോടതികളുടെ അഡ്വക്കേറ്റേഴ്സ്, വിവിധ സഭാ സംഘടനകളുടെ ഉന്നത നേതാക്കന്മാരുമായിട്ട് ചേർന്നാണ് ഞങ്ങൾ ഭരണഘടന തയ്യാറാക്കിയത്. അതിൽ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് മറ്റ് ഇതര സഭാ സംഘടനകളില്ലാത്തൊരു ലക്ഷ്യമാണ് ഞങ്ങൾ. സഭകൾക്ക് നേരെ, ദൈവദാസന്മാർക്ക് നേരെ, ദൈവജനത്തിന് നേരെ വരുന്ന ആക്രമണങ്ങൾ അക്രമരഹിത മാർഗങ്ങളുടെ സമാധാനപരമായി തികച്ചും ഭരണാധികാരികളുടെ അടുക്കലും ജനപ്രതിനിധിയുടെ അടുക്കലും നിയമപാലരുടെ അടുക്കലും കൊണ്ടുപോയി തൽക്ഷണം പ്രതിവിധി കാണുക, ആക്രമണങ്ങൾ ഉണ്ടാകുന്നിടത്ത് ഇടപെടുക. ഇവിടെ ഒരു ദൈവവേല നടക്കില്ല എന്ന് പറയുന്നതിന്റെ സാധ്യത എന്താണ്, അവർ പറയുന്ന കാര്യം എന്തെന്ന് മനസ്സിലാക്കി ആ കാര്യത്തിൽ നിവൃത്തി പദത്തിലേക്ക് എത്തിക്കുക. തളർന്നു പോകുന്ന നിനക്കൊന്നാൽ എനിക്കൊന്നാൽ നിനക്കെന്തെന്ന് ചോദിച്ചു നിൽക്കുന്ന ഇടയിൽ ഞങ്ങളും കൂടെ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ കൈത്താങ്ങി അവിടെ ശുശ്രൂഷയെ ബലപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് എപിയുടെ പ്രധാനമായ ലക്ഷ്യങ്ങൾ. എപിയുടെ സ്ഥാപനത്തെക്കുറിച്ച്, അതിന്റെ തുടക്കത്തെക്കുറിച്ചും അതിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഒക്കെ സ്ഥാപകൻ, പ്രത്യേകിച്ച് ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ നമുക്ക് നോക്കാം. കേരളത്തിലെ സഭകൾ ഏത് രീതിയിലാണ് സഹകരിക്കുന്നത്? ഒരു പഴയ കാലത്തെന്ന പോലെ ഇന്നും വിഘടിച്ച് നിൽക്കുന്ന ഒരു അനുഭവമാണോ, അല്ലെങ്കിൽ നമ്മൾ അവരെ സമീപിക്കുമ്പോൾ വളരെ താല്പര്യത്തോടെയാണ് ഈ വിഷയങ്ങളിൽ ഇടപെടുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് സഭകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ യുവജനങ്ങൾ ശുശ്രൂഷ മേഖലയിലോട്ട് കയറി വരുന്ന ഒരു കാലഘട്ടമാണ്. അവർക്ക് ഏറെക്കുറെ നമ്മുടെ ഈ ഒരു കാലത്തിൽ ചേർന്ന് വരുന്ന ചില പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നുള്ള ബോധ്യമുള്ളവർ പലരുമുണ്ട്. അപ്പോൾ തന്നെ പഴയ കാലഘട്ടത്തിലുള്ള പലരും ഇതിന്റെ ഒരു ആവശ്യകത ഉണ്ടോ എന്ന് ചോദിക്കുന്നു. പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, നമ്മളെ കർത്താവ് പറഞ്ഞതുപോലെ ഒരു ചകിടത്ത് അടിക്കുന്നവന് മറു ചകിടും കാണിച്ചു കൊടുക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ വാസ്തവത്തിൽ നമ്മൾ ഏത് രീതിയിലാണ് ഈ വിഷയങ്ങൾ ഇടപെടുന്നത് എന്ന് അവർ ചിന്തിക്കുന്നില്ല. നമ്മൾ മറ്റ് ഇതര ചില വർഗീയ സംഘടനകളെ പോലെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെയോ അക്രമത്തിനോ സമരമാർഗങ്ങൾക്കോ അല്ല നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ പ്രതികരിക്കുക എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത്
കർത്താവ് പ്രതികരണ ശേഷിയുള്ള ആളാണ്. അതെ. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രതികരിക്കണം. അപ്പൊ ഏതൊരു കാര്യത്തിലും ദൈവവചനത്തിന്റെ ആ ഒരു ചട്ടക്കൂടിന്റെ അകത്ത് നിന്നുകൊണ്ട് പ്രതികരിക്കാനുള്ള ഒരു അനുമതി ദൈവവചനത്തിനകത്ത് തന്നിട്ടുണ്ട്. കർത്താവ് പോലും എന്ത് ചെയ്തു? ആലയത്തിനകത്തെ ഒരു ശുദ്ധീകരണം നടത്താൻ വേണ്ടി ചാട്ടവാറുണ്ടാക്കി അടിച്ചു പുറത്താക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ വീട്ടിൽ പുറത്തുനിന്ന് ഒരാൾ കയറി വന്ന് അവർക്ക് ബോധിച്ചതുപോലെ എന്തെങ്കിലും ചെയ്ത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച്, APയെ സംബന്ധിച്ച് പെന്തക്കോസ്ത് സമൂഹം എന്ന് പറയുന്നത് നമ്മുടേതാണ്, നമ്മളൊന്നാണ്. അതാണ് നമ്മുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അപ്പൊ AP എന്ന് പറയുന്നത് പെന്തക്കോസ്ത് സമൂഹത്തിന് വേണ്ടി നിലനിൽക്കുന്നത്. അപ്പോൾ ഓരോ സഭകൾക്കും വരുന്ന വിഷയങ്ങൾ എല്ലാ പെന്തക്കോസ്ത് സമൂഹത്തിന് വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം. കർത്താവ് പോലും പറഞ്ഞു, നമ്മളെല്ലാവരും ഒരു ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. അപ്പം ഒരു വിരലിന് ഒരു വേദന വന്നു കഴിഞ്ഞാൽ ശരീരത്തെ മൊത്തം അതെന്ന് ചെയ്യുന്നു ബാധിക്കപ്പെടും. പക്ഷെ ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം ഒരല്പം സ്വാർത്ഥരായി പോയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ ചെയർമാനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന സഭകൾക്ക് വന്നാൽ നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. അതെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ സേഫാണ് എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോഴും പെന്തക്കോസ്ത് സമൂഹത്തിനകത്തുണ്ട്. കാരണം നമ്മൾ ഭരണാധികാരികളെ ചെന്ന് കാണുമ്പോഴായിരുന്നാലും അവിടെ ഭാഗത്തു നിന്നും വരുന്ന അഭിപ്രായം ഇത് തന്നെയാണ്. നിങ്ങൾ ഇപ്പോഴും എന്താണ് വിഘടിച്ച് നിൽക്കുകയല്ലേ എന്ന് അവിടെ ഭാഗത്തുനിന്ന് പോലും പലപ്പോഴും ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് മാറ്റിയെടുത്തുകൊണ്ട് പരമാവധി ആളുകളെ ചേർത്തിണക്കി പെന്തക്കോസ്ത് സമൂഹത്തെ ഒന്നിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് APയുടെ ഉദ്ദേശം. എന്നാൽ ഖേദകരമായൊരു വസ്തുത എന്ന് പറയുന്നത് പലരും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം കാണിക്കാറില്ല. അവരുടെ ഭാഗത്ത് അവർക്ക് പ്രശ്നമില്ല, ഞങ്ങൾ ഓക്കെ ആണ്. എന്നാൽ അപ്പോൾ തന്നെ ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ അവർക്ക് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മളോട് അറിയിക്കുന്നുണ്ട്, നമ്മൾ ഇടപെടുന്നുണ്ട്. ഈ APയുടെ സഹായം തേടിയിട്ടുള്ളവരുടെ പ്രതികരണം അങ്ങനെ, അതായത് പലയിടങ്ങളിലും ആരാധന പുനഃസ്ഥാപിച്ചു കൊടുത്തിട്ടുള്ളവർ, നമുക്കറിയാം ചിലയിടങ്ങളിൽ പുനഃസ്ഥാപിച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ടതായിട്ട് ഓർക്കുക പോലും ഇല്ല. അപ്പൊ ചില മേഖലകളിലൊക്കെ പോയി അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ സമീപിക്കുകയും അവർക്ക് APയിൽ നിന്ന് ഒരു സഹായം, അവരുടെ APയുടെ സഹകരണത്തോടെ അവരുടെ ആരാധന പുനഃസ്ഥാപിക്കാനോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നേടാനോ കഴിഞ്ഞിട്ടുള്ള മേഖലയിൽ നിന്ന് ഒരു മാറ്റം, മേഖലയിൽ അവർക്ക് ഒരു മനമാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇത്തരം വിഷയത്തിൽ? ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ കാര്യത്തിലുള്ളത്. അപ്പോൾ തന്നെ നമ്മുടെ പല പ്രതിനിധികളും അല്ലെങ്കിൽ നമ്മുടെ ഭാരവാഹികൾ പലരും ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിമിത്തം നമ്മുടെ അംഗങ്ങളായി തീർന്നവരാണ് പലരും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വിഷമകരമായൊരു വസ്തുത എന്ന് പറയുന്നത്, ശരിക്കും APയുടെ ഇടപെടൽ കൊണ്ട് ആരാധന സ്വാതന്ത്ര്യമുണ്ടായവരും വിഷയങ്ങൾ ഇടപെട്ട പലരും അപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ നമ്മളോട് ചേർന്ന് വരികയും ഈ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങായിട്ടൊക്കെ നിൽക്കുകയും ചെയ്തിട്ട് പിന്നത്തേതിൽ കാലാന്തരത്തിൽ അവരുടെ കാര്യം സാധിച്ച ശേഷം പതുക്കെ അവരെന്ത് ചെയ്യുന്നു, ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്കുള്ളൊരു വിഷമം എന്ന് പറയുന്നത്, നമുക്കൊരു ശരിയായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നമുക്ക് വേണ്ടി എൻ്റേത് എന്നുള്ള ചിന്തയിൽ ഒതുങ്ങി നിൽക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ സുശേഷീകരണ പ്രവർത്തനമാണെങ്കിലും നമ്മൾ ലക്ഷ്യമാക്കുന്ന എന്താണ്? നമ്മൾ അറിഞ്ഞ സത്യം മറ്റുള്ളവരറിയണം, അല്ലേ? അതൊരു നന്മ പ്രവൃത്തിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ലഹരിക്ക് അടിമപ്പെട്ട സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ഇരിക്കുന്നവരുടെ ജീവിതത്തിൽ ക്രിസ്തു നിമിത്തം ഉണ്ടാകുന്ന സമാധാന സന്തോഷം ഉണ്ടാകുക എന്നൊക്കെയുള്ള ആ ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു കൂട്ടു സഹോദരന് ഒരു വിഷയം വന്നാൽ അത് നമ്മുടെ വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് ഇടപെടണം. ഒരു ദൈവദാസനോ സഭയ്ക്കോ നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ എന്നെ കൊണ്ടാകുന്ന ഒരു കാര്യം ചെയ്യണമെന്നുള്ള ഒരു ആത്മഭാരം നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വിഷമകരമാണ്. ഇപ്പൊ ഞാൻ ഈ ചോദിച്ചതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെടുത്തി തന്നെ മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. അതായത് ഈ പലയിടങ്ങളിലും പല സഭകളും
സഹകരിക്കുന്നില്ല എന്നുള്ളതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പല സംഘടനകളുണ്ടല്ലോ, അവരുടെ പ്രതികരണം എങ്ങനെയാണ് ഇത്തരമുള്ള വിഷയങ്ങളിൽ? നമ്മളോടൊപ്പം ഇതുപോലുള്ള പൊതു വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മളോട് അവർ ചേർന്ന് നിന്ന് സഹകരിക്കാറുണ്ടോ, അതോ മാറി നിന്ന് കുറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളാണോ ഉണ്ടായിട്ടുള്ളത്? പൊതുവേ AP സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒത്തിരി എന്താണ് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, നമ്മൾ മുന്നിട്ടിറങ്ങിയ പല കാര്യങ്ങളും അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലരും മുന്നോട്ട് വരുന്ന ഒരവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. ഞങ്ങൾ പലപ്പോഴും അതിനൊന്നും പ്രതികരിച്ചിട്ടില്ല. കാരണം അത് നമ്മുടെ ജോലിയല്ല. നമ്മളെ ദൈവം ഏൽപ്പിച്ച നമുക്ക് തന്ന ആ ഒരു ദർശനത്തിന് അധിഷ്ഠിതമായിട്ട് പെന്തക്കോസ്ത് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിന് വലിയ പബ്ലിസിറ്റികളോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. 10ാമത് വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 10 വർഷക്കാലത്ത് ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ എല്ലാം ഒന്നും ഉൾപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിലും ഏറെക്കുറവുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സുവനീർ ഞങ്ങൾ ഇറക്കുന്നുണ്ട്. ഓക്കെ. കേരളത്തിലുള്ള APയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് വെളിയിൽ എത്രത്തോളം സംസ്ഥാനങ്ങളിൽ APയുടെ പ്രതിനിധികളുണ്ട്? അവിടെ ഏതൊക്കെ രീതിയിലാണ് ഇതുവരെയും ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്? നിലവിൽ ഏകദേശം 13 സംസ്ഥാനങ്ങളിൽ നമുക്ക് പ്രതിനിധികളായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. ഓരോ സംസ്ഥാനത്തും APയുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിനിധി ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരിലൂടെ അവിടുത്തെ വിഷയങ്ങൾ മനസ്സിലാക്കി ഇവിടുത്തെ ജനപ്രതിനിധികളുമായി കോണ്ടാക്ട് ചെയ്താണ് ഞങ്ങൾ അവരുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ പഞ്ചാബ്, UP, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളായിട്ട് നമുക്ക് പ്രതിനിധികൾ വർദ്ധിക്കുന്നു. ഏകദേശം 13 സംസ്ഥാനങ്ങൾ അങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ. അതെ. അപ്പം ഇവരെല്ലാരും കൂടെ കൂടി വരുന്ന, അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള ആൾക്കാരുമായിട്ട് എല്ലാവരും കൂടെ കൂടി വരുന്ന ഒരു മീറ്റിങ്ങുകളൊക്കെ അങ്ങനെ ക്രമീകരിക്കാറുണ്ടോ? എങ്ങനെയാണ് ഈ സമ്മേളനം അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ്. പിന്നെ കഴിവതും ഞാൻ എല്ലാ മാസവും ഓൺലൈൻ വഴി ഉള്ള കമ്മിറ്റികളും ചർച്ചകളും നടന്നു വരുന്നു. അതുപോലെ മറ്റൊരു കാര്യം, ഈ APയുടെ മറ്റൊരു പരമപ്രധാനമായ ദൗത്യമാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് കേട്ടു. ധാരാളം കാര്യങ്ങൾ ഈ 10 വർഷത്തിനുള്ളിൽ ഏതെല്ലാം മേഖലകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്? ഒത്തിരി എടുത്തു പറയത്തക്ക പ്രവർത്തനങ്ങൾ APക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വെള്ളപ്പൊക്ക സമയവുമായി ബന്ധപ്പെട്ട് ഇടുക്കി മേഖലകളിൽ ഒരു ദേവദാസന്റെ ഭവനം തന്നെ ഒഴുകിപ്പോയി വിശ്വാസികളുടെ. അതിന് നമുക്ക് ഏകദേശം ലക്ഷക്കണക്കിന് സാമ്പത്തികമായി APയെ സ്വരൂപിച്ച് നൽകാനായിട്ട് തീർന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൽ പങ്കാളികളായി ജോയിൻ ചെയ്തിട്ടുള്ള ദൈവദാസന്മാര് അവർക്ക് മരണം സംഭവിക്കുമ്പോൾ അവരുടെ ഭവനത്തിനും APA എന്ന പ്രസ്ഥാനം ഒരാൾ കഴിയുന്ന നിലയിലുള്ളതായ സഹായം ആ ഭവനക്കാർക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ആശുപത്രി കേന്ദ്രമാക്കി അവർക്ക് ഒത്തിരി ആഹാരത്തിന്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്തു വരാനായിട്ട് ദൈവം സഹായിച്ചു. ഈ ബോധവൽക്കരണം ആണെങ്കിലും, അല്ലെങ്കിൽ രോഗി ചികിത്സാ സഹായങ്ങളാണെങ്കിലും, മറ്റ് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിലും മതിയാകാതെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം കേരളത്തിൽ പോലും ഇപ്പോൾ ധാരാളം സഹായങ്ങൾ ആവശ്യമായി വരികയാണ് പല തരങ്ങളിൽ. പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബോധവൽക്കരണ രംഗത്ത് വളരെ ശക്തമായ ഒരു മുന്നേറ്റം ഈ നാളുകളിൽ ഇതുപോലുള്ള സംഘടനകളിലൂടെ ആവശ്യമാണ്. കാരണം പോലീസിനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റിന്റെ സന്നദ്ധ പ്രവർത്തനങ്ങളെ കൊണ്ടോ കഴിയാതെ വരുന്നു എന്നുള്ളതാണ്. അപ്പോ APയെ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദൗത്യങ്ങൾ, പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഒരു പങ്കാളിത്തം കൂടെയാണല്ലോ ഇത്. സഭയുടെ സംരക്ഷണവും പോഷക പ്രവർത്തനങ്ങളും ഉള്ളപ്പോൾ തന്നെ സാമൂഹ്യ രംഗത്ത് APയെ എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ ചെയ്തു, ഇനി എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ ഈ 10 വർഷം കൊണ്ട് APയിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഇടയിൽ പെന്തക്കോസ്ത് സമൂഹത്തിൽ കേരളത്തിൽ തന്നെ 40 ലക്ഷത്തിലധികം ജനമുണ്ട്. അവരെ യുവജനങ്ങളെ 40 ലക്ഷത്തോളം പെന്തക്കോസ്തുകാരുണ്ട്. അപ്പൊ അവരിൽ പ്രധാനപ്പെട്ട യൂത്തിനെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രളയം പോലുള്ള അല്ലെങ്കിൽ കോവിഡ് പോലുള്ള മറ്റിതര പ്രതിസന്ധി ഘട്ടങ്ങളിൽ സർക്കാരിന്റെ സഹായത്തോടുകൂടി
വേഗത്തിൽ ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി എന്താണോ ആവശ്യമായിരിക്കുന്നത്, അത് ബ്ലഡ് ആകട്ടെ, ആഹാരമാകട്ടെ, അല്ലെങ്കിൽ സമൂഹത്തിൽ അപ്പോൾ പ്രകൃതിയിൽ നിന്ന് നേരിടുന്ന ദുരന്തങ്ങളാകട്ടെ, അതിൽ അതായത് ദുരിത നിവാരണത്തിന് ആവശ്യമായ കാര്യങ്ങൾ, എല്ലാവിധ കാര്യങ്ങളും ചെയ്യാൻ APA മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു വരുന്നു. ഇനി ഭാവിയിൽ ചെയ്യാൻ ആംബുലൻസിന്റെ സഹായം വേണ്ടിയെടുത്ത് ആംബുലൻസ് സഹായം എത്തിക്കാൻ ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു. അപ്പോൾ തന്നെ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി. ഞങ്ങളുടെ ഇടയിൽ ധാരാളം ഡോക്ടർമാരുണ്ട്. ഇന്ന് സമൂഹത്തിൽ നാം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, എല്ലാ മേഖലയിലും ദാമ്പത്യ ജീവിതം പരാജയപ്പെടുന്നു. യുവാക്കൾ വേഗത്തിൽ വിവാഹിതരാകുന്നു, എന്നാൽ അധികം വർഷം നിലനിൽക്കാതെ തന്നെ ഡൈവേഴ്സ് ഉണ്ടാകുന്നു. അതിന് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ, വേണ്ട വിധത്തിൽ കൗൺസിലേഴ്സിനെ ക്രമീകരിച്ച് അവരിൽ ബോധവൽക്കരണം കൊടുക്കാൻ, കൗൺസിലിംഗ് കൊടുക്കാനുള്ള ക്രമീകരണം. അതുപോലെ മദ്യം, മയക്കുമരുന്ന്, ലഹരിക്ക് അഡിക്റ്റായ ഒത്തിരി പേരുണ്ട്. അവർക്ക് ജീവിതം ഇനി അവരുടെ ആരോഗ്യനില തന്നെ മോശം ആയ നിലയിലാണ്. പക്ഷെ അവരെ ബോധവൽക്കരിക്കുന്നതിനും അവർക്ക് ഡോക്ടർമാരുടെ സഹായം കൊടുക്കുന്നതിനും ഞങ്ങളുടെ ഇടയിൽ ഈ കൗൺസിലിംഗിൽ ഡിഗ്രികൾ എടുത്തിട്ടുള്ള, PhD എടുത്തിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരെ കൊണ്ട് ഇതുപോലുള്ള വ്യക്തികളെ കണ്ടെത്തി ചില സെന്ററുകൾ നടത്താനായിട്ടുള്ള നടപടിക്രമങ്ങൾ ചർച്ചയിലാണ്. അത് വേഗത്തിൽ തുടങ്ങാൻ ഈ 10ാമത് സമ്മേളനം കഴിഞ്ഞിട്ട് വേഗത്തിൽ ഇത് ആരംഭിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു. കഴിഞ്ഞ നാളുകളിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വിലയിരുത്തുമ്പോൾ, ആ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ അത് സമൂഹത്തിന് ഏറെ ആവശ്യമാണെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകത്തക്ക സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ജനപ്രതിനിധികൾ അതിന് ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. പോലീസ് അധികാരികൾ, സ്റ്റേഷൻ പരിധികൾ ഉള്ളവർ, SI ആകട്ടെ, സർക്കിൾ ആകട്ടെ, അവരുടെ കീഴിലുള്ളവർ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പാസ്റ്റർമാർ നിങ്ങൾ ചെയ്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ ഒത്തിരി ചെറുപ്പക്കാരെ ഈ APA പ്രവർത്തനം മൂലം മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും അവരെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്ന ഏതൊരു പ്രവർത്തനത്തിനും സമൂഹത്തിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയും അത് ലഭ്യമാകും എന്ന പ്രതീക്ഷയോടെ തന്നെ ഞങ്ങൾ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. കാരണം സമൂഹത്തിന്റെ ഒരു പിന്തുണ ഇല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് കഴിയുകയില്ല. സമൂഹം, പ്രത്യേകിച്ച് പോലീസ്, അതുപോലെ തന്നെ വോളണ്ടിയേഴ്സ്, മറ്റ് സന്നദ്ധ പ്രവർത്തകർ, ഇങ്ങനെയുള്ളവരുടെ ഒരു സഹകരണം നിശ്ചയമായിട്ടും ഇത്തരത്തിൽ കാര്യങ്ങൾ വളരെ ആവശ്യമാണ്. സർക്കാരിന്റെ സഹകരണം ആവശ്യമാണ്. തീർച്ചയായിട്ടും അതൊരു വളരെ നല്ല കാര്യം തന്നെയാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പെന്തക്കോസ്ത് സഭകൾ നേരിട്ട ഒരു പൊതു പ്രശ്നമുണ്ട്. അത് സെമിത്തേരികളുടെയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സെമിത്തേരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെയും ഇതുപോലെ പെന്തക്കോസ്തിന്റെ ഇത്തരത്തിലുള്ള പോഷക സംഘടനകൾ, ഇത്തരത്തിൽ സഹായക സംഘടനകളൊക്കെ അതിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. APAക്ക് അത്തരം കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എന്തെല്ലാം ആ ഒരു വിഷയത്തിൽ എവിടെയൊക്കെ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം ആ വിഷയത്തിൽ ആ പ്രതിസന്ധിയെ നേടിയെടുക്കുവാനായിട്ട്, ആ പ്രതിസന്ധി അതിജീവിക്കുവാനായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഈ പറഞ്ഞതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം എല്ലാവരും നിശ്ചലരായി പോകുന്ന ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനാണ്. നമുക്ക് ഒരാള് മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ബോഡി അടക്കുക എന്നുള്ളത് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സെമിത്തേരിയിൽ കൊണ്ടുവച്ചിട്ട് തിരിച്ചെടുക്കേണ്ടിയൊക്കെ വരുന്ന ഒത്തിരി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഏറെക്കുറെയുള്ള APയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ലഭ്യമായ സെമിത്തേരിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഏറെക്കുറെ എന്ന് പറഞ്ഞതിന്റെ കാരണം, ചില വിഷയങ്ങൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ഇടപെടുന്നതിൽ പരിമിതികളുണ്ട്. നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പൊ അല്ലാതെയുള്ള എല്ലാ വിഷയങ്ങളിലും സെമിത്തേരി വിഷയം, ആലപ്പുഴ ആകട്ടെ, മലപ്പുറം ആകട്ടെ, പത്തനംതിട്ട ആകട്ടെ, അങ്ങനെ ഏറെക്കുറെ 4-5 ജില്ലകളിൽ ഇത്തരത്തിലുള്ള സെമിത്തേരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെല്ലാം ഇടപെടുവാനും ബോഡി മറവ് ചെയ്യാനായിട്ടുള്ള ഒരു സഹായം ദൈവകൃപയാൽ ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ അത് സഹായിച്ചു. APയുടെ സ്ഥാപകൻ എന്നുള്ള നിലയിൽ ചെയർമാനോട് മറ്റൊരു പ്രസക്തമായ ചോദ്യം. 10 വർഷം ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇടയായി തീർന്നു. നിങ്ങളൊക്കെ വിവിധ സഭകളുടെ പാസ്റ്റേഴ്സ് ആണ്, വിവിധ സഭകളെ പ്രതിനിധീകരിക്കുന്നു. എങ്കിലും ഒരുമിച്ച് നിന്ന് ധാരാളം കാര്യങ്ങൾ 10 വർഷം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ കേട്ടത്.
എന്നാൽ ചെയർമാനോട്, പ്രത്യേകിച്ച് സ്ഥാപകനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഈ 10 വർഷം കൊണ്ട് ജനോപകാരപ്രദമായ, അല്ലെങ്കിൽ വീണു പോയവനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ദൈവം തന്ന ആ നിയോഗം നന്നായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഇപ്പോൾ മനസ്സിലുണ്ടോ? പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത്, നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഇവിടെ ലീഗൽ ചെയർമാൻ അതിനെക്കുറിച്ച് ഒരു വിശദീകരണം നൽകുകയുണ്ടായി. എങ്കിലും ചോദിക്കുന്നു, ആ ഒരു തലത്തിൽ എന്തൊക്കെ കൂടുതൽ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്? അതായത് ഈ ലീഗൽ ചെയർമാൻ പറഞ്ഞതിന്റെ ബാക്കി ഭാഗമായിട്ട് അതിന്റെ ചില കാര്യങ്ങളൂടെ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ ജില്ലാ തലങ്ങളിലും സ്റ്റേറ്റ് തലങ്ങളിലും നാഷണൽ തലങ്ങളിലും ഉള്ള കമ്മിറ്റികളിൽ നമുക്ക് ഒരു ചാരിറ്റി ബോർഡുണ്ട്. ആ ചാരിറ്റി ബോർഡിൽ കൂടെ സാമ്പത്തികമായ വിഷയങ്ങൾ അവിടെ ഉണ്ടാകും. പല നിലകളിലുള്ള സാമ്പത്തിക വിഷയങ്ങൾ ഉണ്ടാകും. വ്യക്തിപരമായ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ സാമ്പത്തികം കണ്ടെത്തും. ആവശ്യം സാമ്പത്തികം കണ്ടെത്തും. അത് ഞങ്ങൾ ഇറങ്ങി പിരിക്കാറില്ല. ഈ ചാരിറ്റിക്ക് വേണ്ടിയുള്ള രൂപ കയ്യിൽ വരുന്ന സമയങ്ങളുണ്ടാവും. അതിൽ വന്ന് ആദ്യമായി ഞങ്ങൾ തുടങ്ങിയെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അതായത് 2015 2016 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, SIT ക്യാൻസർ സെന്റർ, നമ്മുടെ ജനറൽ ഹോസ്പിറ്റല്, ജില്ലാ ഹോസ്പിറ്റല്, താലൂക്ക് ഹോസ്പിറ്റല്, ഇവിടെ ഉച്ചഭക്ഷണം മാസത്തിലൊരിക്കൽ 1000, 800, 700 പേർക്ക് കൊടുക്കാനായിരുന്നു. അന്ന് അത്രയൊക്കെ മതിയായിരുന്നു. എന്നാൽ തന്നെ പലരും അത് ചെയ്തുകൊണ്ടിരുന്നു. കഞ്ഞി കൊടുക്കുന്നവരുണ്ടായിരുന്നു, ഉച്ചഭക്ഷണം കൊടുക്കുന്നവരുണ്ടായിരുന്നു. പിന്നത്തേതിലാണ് പാർട്ടി ബേസിൽ DYFI ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും നമ്മൾ പിന്നെ അതിൽ നിന്നിട്ട് ബാക്കിലോട്ട് പോയിച്ചു. എന്നാൽ തന്നെ ജില്ലാ തലങ്ങളിലൊക്കെ നമ്മളത് വളരെ താലൂക്ക് തലങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഭൂകമ്പങ്ങൾ, മറ്റേ ഈ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന സമയത്തും കോവിഡാനന്ത സമയത്ത് ഞങ്ങൾക്ക് നാഷണൽ തലത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും ഒരു 3000-ത്തിനകത്ത് വരുന്ന തുകയിലുള്ള ഒരു 25 കിറ്റ് വെച്ച് ഒരാളിന് കൊടുക്കത്തക്ക നിലയുള്ള ക്രമീകരണങ്ങൾ നാഷണൽ തലത്തിലുള്ള ഒരു, അപ്പുറത്തെ ജില്ലാ തലങ്ങളിലുള്ള ഒരു പ്രത്യേകം ചെയ്തു, സ്റ്റേറ്റ് തലങ്ങളിലുള്ള ചെയ്തു. ഇങ്ങനെ ധാരാളം ഭക്ഷണ കിറ്റുകളും അതുപോലെ മരണപ്പെട്ട അനവധി ദേവദാസന്മാരുടെ കുടുംബത്തിന് ഒരു നിക്ഷേപം അവർക്ക് ആ ബാങ്കുകളിൽ ഇടുന്നതിനൊക്കെ ദൈവം അങ്ങനെ ചാരിറ്റി വിധങ്ങളിൽ ഹോസ്പിറ്റലുകളിൽ സന്ദർശിക്കുക, അനവധി ചികിത്സയ്ക്ക് ആവശ്യം വരുന്നവർക്ക് സഹകരിക്കുക, ഇങ്ങനെയുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ധാരാളം ചാരിറ്റിപരമായ നിലയിൽ ഞങ്ങൾക്ക് ധാരാളം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അധികം ചെയ്യാനുള്ള വളരെ ആഗ്രഹമുണ്ട്. ഞങ്ങളിലുള്ള ആൾക്കാർ തന്നെ ഇതിനു വേണ്ടി പണം കണ്ടെത്തും. ഞങ്ങൾ തമ്മിൽ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. നല്ല കാര്യം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമാണ്. സമൂഹം നമ്മളെ ശ്രദ്ധിക്കുന്നു. നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നവരായി മാത്രമല്ല, ആ ദൈവികമായ തണുപ്പ് സമൂഹത്തിലേക്ക് പകരുവാൻ കൂടെ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആ പ്രസംഗം വ്യർത്ഥമാണെന്നുള്ളതാണ് സത്യം. അപ്പൊ ആ ഒരു തലത്തിൽ APIക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുകയാണ്. വളരെ പ്രസക്തമായ ഒരു ചോദ്യത്തോടെ നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: കേരളത്തിലെ വിവിധ സഭാ വിഭാഗങ്ങളെ ഗവൺമെന്റ് വിവിധ കാറ്റഗറികളിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആ സഭാ വിഭാഗങ്ങളെ ഗവൺമെന്റ് അംഗീകരിച്ചിരുന്നു. എന്നാൽ ഈ അടുത്ത കാലം വരെയും പെന്തക്കോസ്ത് എന്ന ഗ്രൂപ്പ് മറ്റുള്ള സഭകളെക്കാളൊക്കെ ഒരുപാട് വളർന്നെങ്കിലും പെന്തക്കോസ്ത് എന്ന ഗ്രൂപ്പിനെ ഗവൺമെന്റ് ആ ഒരു തലത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പായി പെന്തക്കോസ്തിനെ അങ്ങനെ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ഈ അടുത്ത സമയത്ത് പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയായി ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ കേരളത്തിൽ ധാരാളം പെന്തക്കോസ്ത് പോഷക സംഘടനകൾ, പ്രത്യേകിച്ച് അവകാശങ്ങൾക്ക് വേണ്ടിയും പെന്തക്കോസ്തിന്റെ സമൂഹത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട് എന്ന് പറയുന്നു. ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട്. APIക്ക് ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സത്യമായിട്ട് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറയണം. അതിന് വ്യക്തമായ ഒരു മറുപടി ഞങ്ങളുടെ പക്കലുണ്ട്. എന്തെല്ലാം പറഞ്ഞാലും രേഖയാണ് എപ്പോഴും ആധാരമായിരിക്കുന്നത്. ഞങ്ങൾക്ക് തെളിവ് സഹിതം പറയാൻ അതിനകത്ത് എല്ലാറ്റിനും കാര്യമാണ്. 2016 കാലഘട്ടത്തിൽ, അതുപോലെ
17 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ മുഖ്യമന്ത്രി വിവിധ വകുപ്പ് തലങ്ങളിൽ നിവേദനങ്ങളായിട്ട് തന്നെ ഞങ്ങൾ ഈ കാര്യം ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽ ധാരാളം പ്രാവശ്യം ഒന്നു കൊടുത്തു വിടാതെ പിന്നത്തേതിൽ അതെന്തായി എന്ന് പിന്തുടർന്ന് നമ്മുടെ ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രിക്ക്, വകുപ്പ് മേധാവികൾക്ക്, അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിമാർക്ക്, ന്യൂനപക്ഷ കമ്മീഷന്, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ നിവേദനങ്ങൾ ധാരാളം കൊടുത്തിരുന്നു. അതിന്റെ തെളിവുകളാണ് ഇരിക്കുന്നത് എല്ലാം. ഈ കാണുന്ന ഈ തെളിവുകളാണ് ഇതെല്ലാം. സർക്കാർ ഞങ്ങൾക്ക് അതിൽ അയച്ചു തന്നിരിക്കുന്ന ഞങ്ങൾ കൊടുത്തതിന്റെ പകർപ്പുകൾ എന്തായി, എന്നതിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഈ ഇരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ. അപ്പോ ഈ കാര്യങ്ങളിൽ പ്രധാനമായും ഞങ്ങൾ അവകാശപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, പെന്തക്കോസ്തുകാരെ മറ്റ് കത്തോലിക്ക, അതുപോലെ ഓർത്തഡോക്സ് എന്നതുപോലെ ഒരു പൊതുസമൂഹമായി പെന്തക്കോസ്തുകാരെ അംഗീകരിക്കണം, ഒരു പ്രത്യേക കാറ്റഗറിയിൽ ഞങ്ങളെ പെടുത്തണം എന്നൊരു വാദം ഞങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതെ, സർക്കാർ നിവേദനമായി കൊടുത്തിരുന്നു. അതിന് മറുപടിയായി സർക്കാർ അന്വേഷണം വെച്ചു. ഞങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് ഒരു പ്രത്യേക ഫയലുണ്ട്, APക്ക് ഒരു പ്രത്യേക ഫയലുണ്ട്, അതിന് പ്രത്യേക നമ്പറുണ്ട്. ആ നമ്പറിലാണ് ഞങ്ങൾ ഇതെല്ലാം നിവേദനം ചെയ്യുന്നത്. G170203 എന്ന ഈ ഒരു ഫയല് നമുക്ക് സെക്രട്ടറിയിലുണ്ട്. ഞങ്ങൾ എന്തെല്ലാം കൊടുത്തിരുന്നാലും അതിലാണ് ഫയൽ ചെയ്യുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി, പൊതുഭരണ വകുപ്പുകളും കൂടെ ഞങ്ങൾക്ക് ഇന്നത് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഇന്ന വകുപ്പുകളിലേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ള റെക്കോർഡ് കത്തുകളാണ് ഞങ്ങൾ തന്നിരിക്കുന്നത്. എന്നാൽ ആ കാറ്റഗറിയിൽ നമ്മുടെ പെന്തക്കോസ്തുകാരെ പെടുത്തി, പെന്തക്കോസ്തുകാരെ ഒരു പ്രത്യേക കാറ്റഗറിയിൽ പെടുത്തി എന്നത് അതെ. അതായത് നമ്മുടെ സർക്കാർ ഇറക്കിയ ഉത്തരവിൽ, ഗസറ്റിൽ ഇറക്കിയ ഉത്തരവിൽ 2021 ജൂൺ മാസം 24-ാം തീയതി ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ 157-ാമത്തെ കാറ്റഗറിയിൽ നമ്മുടെ പേര്, പെന്തക്കോസ്ത് എന്നൊരു പേര് ഉൾപ്പെടുത്തി. തീർച്ചയായിട്ടും അതൊരു വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ചെയ്ത സർക്കാരിന് ഇതിന് പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സമൂഹം നന്ദി പറഞ്ഞിട്ടുണ്ട്. അതിന് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 21 സെന്റ് സ്ഥലം വേണം ഒരു സഭാകൾ പണിയാൻ. 21 സെന്റ്. അത് മുഖ്യധാര സഭകൾക്കൊന്നും ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ ചെറിയ സഭകൾക്ക് പെന്തക്കോസ്ത് അറിയാമല്ലോ, പാർശ്വവൽക്കരിക്കപ്പെട്ട മദ്യത്തിലും മയക്കുമരുന്നിനും സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള സമൂഹമാണ് പെന്തക്കോസ്ത്. അപ്പോൾ ആദ്യം നമ്മുടെ വേദപുസ്തക പാരമ്പര്യം തന്നെ വീടുകളിലാണ് ആരാധന തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ വീടുകളിൽ ആരാധന തുടങ്ങിയാണ്, പിന്നെ ചെറിയ ഷെഡുകൾ വെച്ചു, പിന്നെയാണ് സഭാകാലങ്ങളായി മാറുന്നത്. അപ്പൊ 21 വലിയ കഠിനമായ ഒരു വിഷയമായിരുന്നു. പെന്തക്കോസ്തിന്റെ ചർച്ചകളെ പള്ളികളിൽ നിന്ന് പോലും പറഞ്ഞിരുന്നില്ല, പ്രാർത്ഥനാലയങ്ങൾ, ചർച്ചകൾ. പക്ഷെ ഇന്ന് അങ്ങനെ ആ 21 സെന്റ് സ്ഥലത്തെ ആ ഓർഡിനൻസിനെ, ഉമ്മൻചാണ്ടി സർക്കാരിനാണ് ഓർഡിനൻസ് വെച്ചിരുന്നത്. ആ ഓർഡിനൻസിനെ നീക്കം ചെയ്യണമെന്ന് നമ്മുടെ പിണറായി സർക്കാരിനോട് ഞങ്ങൾ 2 പ്രാവശ്യമായിട്ട് ആവശ്യപ്പെട്ടു, നിവേദനം കൊടുത്തു. ഇന്നത് 5 സെന്റ് സ്ഥലമായാലും മതി എന്ന ഇതിലേക്ക് ആ ഓർഡിനൻസിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് പ്രധാന പങ്കുണ്ട്. അപ്പം ഒരു ചെറിയ ആരാധനാലയം, ഒരു ചെറിയ സഭാ സമൂഹം, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഒരു ആരാധനാലയം പണിയുന്നതിന് 5 സെന്റ് ആയാലും മതി എന്നായി. പിന്നെ മറ്റൊരു നൂലാമാലയായിരുന്നു, കളക്ട്രേറ്റിൽ പോയിട്ട് നമുക്ക് ഈ ആരാധനാലയങ്ങളോ പാഷനേജുകളോ ഈ പെർമിഷൻ കിട്ടുള്ളായിരുന്നു. ഇത് പോയി കയറി ഇറങ്ങി വലിയ ബുദ്ധപ്പാടുകൾ. ഇപ്പൊ തന്നെ നമ്മുടെ 14 വർഷങ്ങൾ കൊണ്ട് കോടതി കേസ് പറഞ്ഞൊരു വിഷയമാണ് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പേരേക്കുളം ചർച്ച്. ആ ചർച്ചിന് ഒരു ഫയൽ ഹൈക്കോടതി ജില്ലാ കളക്ടർക്ക് അയച്ചു കൊടുത്തു. ആ ജില്ലാ കളക്ടർ ആ പേപ്പർ ചെയ്തിരുന്നില്ല, ഓപ്പൺ ചെയ്തില്ല. അവസാനം അതിൻ്റെ ഒരു സമയം കഴിയുന്നു എന്ന് കണ്ടപ്പോൾ സംഘടനാ ബേസിൽ ഞങ്ങൾ ഇടപെട്ടാൻ കത്ത് തരികയും ഞങ്ങളത് ഇടപെട്ട് വേഗത്തിൽ അത് ഓപ്പൺ ചെയ്യുന്ന നമ്പറിലേക്ക് വന്നുകൊണ്ടിരിക്കുക.
അത് നമ്പർ ലഭിക്കാത്ത ഇടങ്ങൾ ഒരുപാടുണ്ട്. ഈ ചുങ്കത്തറ അസംബ്ലി സഭയോട് 6.5 വർഷം പണിതിരുന്ന ഒരു ചർച്ചാണ്. ആ ചർച്ച എന്ന് വെച്ചാൽ 1.5-3 കോടി രൂപയോളം വരുന്ന വില മതിക്കുന്ന ഹാളും 40 സെന്റ് സ്ഥലമുണ്ട്. പക്ഷെ അവിടെ നമ്പർ കൊടുത്തില്ല, 6.5 വർഷം കൊടുത്തില്ല, എന്തെല്ലാം ശ്രമം നടത്തിയിട്ടു. പക്ഷെ അത് ഞങ്ങൾക്ക് 2 മാസം കൊണ്ട് നമ്പർ കൊടുക്കാൻ ചുങ്കത്തറ അസംബ്ലി സഭയോടിന് മലബാറിൽ സഹായിച്ചു. അപ്പൊ തന്നെ ഈ പറഞ്ഞ ജില്ലാ കളക്ടറുടെ അധികാരങ്ങളെ മാറ്റിത്തരണമെന്നുള്ള നിവേദനങ്ങൾ ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് പഞ്ചായത്ത് തലത്തിൽ നിന്ന് നമുക്ക് അനുമതി കിട്ടത്തക്ക നിലയിൽ ക്രമീകരിക്കപ്പെട്ടു. മറ്റൊന്ന്, നമ്മുടെ ഫോമുകളിൽ പൂരിപ്പിക്കുമ്പോൾ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാ: ഉദ്യോഗസ്ഥൻ, പുരോഹിതൻ, കൂലി, ഇങ്ങനെയാ. പക്ഷെ നമ്മളാരും പാസ്റ്റർമാരും ഉദ്യോഗസ്ഥനും അല്ല, കൂലിയും അല്ല, അപ്പോൾ തന്നെ പുരോഹിതനും അല്ല. അപ്പോൾ നമ്മൾ ഈ പ്രത്യേക കാറ്റഗറിയിൽ പെടുത്തുകയും ഈ ഫാമുകളിൽ പാസ്റ്റർ എന്ന ഭാവം കൂടെ ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടു. അതും നിവൃത്തിപഥത്തിൽ എത്തിച്ചു. പിന്നെ ഞങ്ങൾ കൊടുത്തതും ഒരു ക്ഷേമനിധി, പാസ്റ്റർമാർക്ക് വേണ്ടി ഒരു ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണം. ഞങ്ങൾക്ക് പെൻഷൻ പദ്ധതികളും രൂപീകരിച്ചു. അത് ചർച്ചയിൽ ഇരിക്കുകയാണ്. എങ്കിലും കൊടുത്തു. അത് എത്രത്തോളം സാധിക്കുമെന്ന് നമുക്കറിയില്ല, എങ്കിലും കൊടുത്തിരിക്കുകയാണ്. പിന്നെ ആംബുലൻസ് എല്ലാ ജില്ലകളിലും ബന്ധുക്കോസ്തർക്ക് ആംബുലൻസ്, അതുപോലെ പൊതു ശ്മശാനകം നമുക്കുണ്ടല്ലോ, അതുപോലെ നമുക്കൊരു പൊതു ശ്മശാനം ആവശ്യമാണെന്നൊക്കെ നമ്മൾ ധാരാളം കാര്യങ്ങൾ ഇതിന് കൊടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ബന്ധക്കോസ് സമൂഹത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ നിവേദനങ്ങളിലൂടെയും മന്ത്രിതലങ്ങളിലും നമ്മുടെ സ്വാധീനത കൊണ്ടും നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സഹായിച്ചു. ബന്ധക്കോസ്ത് സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അതെ ക്രിയാത്മകമായി ഇതുവരെയും ഈ 10 വർഷത്തിനുള്ളിൽ ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പാസ്റ്റർ പറയുന്നത്. അതെ, എനിക്ക് പറയാനുള്ള ബന്ധക്കോസ് പൊതുസമൂഹത്തോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ്: നമ്മളെ ഈ ബന്ധക്കോസ് സമൂഹത്തെ ഇന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത വിധത്തിലൊരു വളർച്ച ചെറിയ ഒരു കൂട്ടമായി 100 വർഷങ്ങൾക്ക് 120 വർഷം മുമ്പ് തുടങ്ങിയ, പിതാക്കന്മാരുടെ കാലത്ത് തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് ഏതാണ്ട് 38 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയ്ക്ക് വരുന്ന പെന്തക്കോസ്തുകാർ നമുക്കുണ്ട്. അതിന് തെളിവുണ്ട്. അപ്പോൾ തന്നെ ഈ കേരളം ആര് ഭരിക്കണം എന്ന് വിധി എഴുതാൻ പോലും പെന്തക്കോസ്തുകാർക്ക് കഴിയുന്ന വിധത്തിലൊരു വളർച്ച നമുക്കുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കാര്യക്ഷമമായി തന്നെ APAക്ക് പെന്തക്കോസ്തിന്റെ ആവശ്യങ്ങളെ സർക്കാരിനെ അറിയിക്കുന്നതിനും അവകാശങ്ങൾ, ഏറെക്കുറെയൊക്കെ അവകാശങ്ങൾ നേടുന്നതിനും ഇടയായി തീർന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ കേട്ടത്. ഓക്കെ, മറ്റൊരു കാര്യം കൂടെ ഇപ്പോൾ കാലിക പ്രസക്തമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെന്തക്കോസ്ത് സമൂഹം, പ്രത്യേകിച്ച് പെന്തക്കോസ്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ചെയർമാനോട് തന്നെ ചോദിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം SNDP സമുദായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതായ ഒരു വാക്കുണ്ട്: പെന്തക്കോസ്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം പണം നൽകി ആളുകളെ മതം മാറ്റുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ പ്രേരിപ്പിച്ച് ആളുകളെ മതം മാറ്റുന്നു എന്ന രീതിയിലൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഇതിൽ സമയം വളരെ കുറവാണെങ്കിലും ഒറ്റ വാക്കിൽ അതിനൊരു മറുപടിയും കൂടെ ആവശ്യമാണ്. APAക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് ശക്തമായ ഒരു പ്രതിഷേധമുണ്ട് അതിനകത്ത്. കാരണം ഈ വെള്ളപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ സമുദായത്തിന്റെ നേതാവാണ്. അദ്ദേഹം പറയുമ്പോൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയാറുണ്ട്. അത് പാർട്ടിക്കാരെ എവിടെങ്കിലും പറയും, മന്ത്രിമാരെ എവിടെങ്കിലും പറയും, ഏത് പാർട്ടിയും പറയും, ആരെയും പറയും. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഇപ്പോ ഒരു അടിയടിച്ചിരിക്കുക. അടിയടിക്കാൻ കാരണങ്ങൾ അദ്ദേഹത്തിന് കാണാം, പക്ഷെ പറഞ്ഞ കാര്യത്തിൽ ഒരു യാഥാർത്ഥ്യവും ഇല്ല. അങ്ങ് അറ്റം കള്ളത്തരവും അപലപനീയവും യാഥാർത്ഥ്യമില്ലായ്മയുമാണ് അദ്ദേഹം പടച്ചു വിട്ടിരിക്കുന്നത്. പക്ഷെ ഇത് ഞങ്ങൾക്ക് അദ്ദേഹം ക്ഷമ വയ്ക്കാൻ പറയണമെന്ന് ഞങ്ങൾ ആരും തയ്യാറല്ല. ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വന്നപ്പോഴും ഈ പെന്തക്കോസ്ത് സമൂഹം അതെല്ലാം അതിജീവിച്ചിട്ടുണ്ട്. ഇതിപ്പം സമുദായങ്ങളെ തമ്മിൽ ഏറ്റുമുട്ടിക്കാനുള്ള ഒരു തരത്തിലുള്ള തന്ത്രമാണ് ഈ വെള്ളപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ അദ്ദേഹം ജനറൽ സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. പക്ഷെ ആ തന്ത്രങ്ങളൊക്കെ പെന്തക്കോസ്തുകാർ അതിജീവിക്കും. നമ്മളിതിനേക്കാൾ വരെ ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം അപലപിച്ചാലും കൊള്ളാം. അദ്ദേഹം ഒന്നുകൂടെ അതിനകത്ത് ചോദിക്കേണ്ടതായിട്ടുണ്ട്. പണം കൊടുത്ത് അത് അദ്ദേഹം തെളിവ് സഹിതം
സമൂഹ മധ്യത്തെ പറയേണ്ടതായ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ഒരു വ്യക്തിക്കെങ്കിലും ഈ പെന്തക്കോസ്തുകാര് പണം കൊടുത്തിട്ടാണ് ഈ ഇന്ന് ലോകം ഒട്ടുക്ക്, കേരളത്തിലല്ല പണം കൊടുത്തെന്ന് പറയുന്നത്, ലോകം ഒട്ടുക്ക് പെന്തക്കോസ്തിന്റെ വളർച്ച അദ്ദേഹം പഠിക്കണം. ലോകത്ത് 644 ദശലക്ഷം പെന്തക്കോസ്തുകാരാണുള്ളത്. ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ സഭ എന്ന് പറയുന്നത് പെന്തക്കോസ്ത് സഭയാണ്. ലോകത്തിലെ 200-ൽ പരം രാജ്യങ്ങളിൽ പെന്തക്കോസ്തിന്റെ വളർച്ചയുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ഇവരെല്ലാം എത്ര പേർക്ക് പണം കൊടുത്ത് സഹായിക്കും? പെന്തക്കോസ്തുകാരെ കുറിച്ച് ഇദ്ദേഹത്തിന് അറിയില്ല. കാരണം പെന്തക്കോസ്ത് സമൂഹം എന്ന് പറയുന്നത് ഒരു കൊടുങ്കാറ്റ് പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സത്യസന്ധത, വിശുദ്ധ വേദപുസ്തകത്തിലെ സത്യസന്ധത മാത്രം, സത്യം, ഉപദേശം, യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുകയും അതുപോലെ ജനത്തെ ജീവിപ്പിക്കുകയും അനുസരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് പെന്തക്കോസ്തുകാർ. അപ്പൊ ഈ പെന്തക്കോസ്തുകാരെ കുറിച്ച് ഒരു പഠനവും ഇല്ലാത്ത ഒരാളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന നമ്മുടെ ജനറൽ സെക്രട്ടറി എന്ന് ഇതിനകത്ത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം പെന്തക്കോസ്തുകാരുടെയിൽ ആൾ ഇന്ത്യ പെന്തക്കോസ്റ്റ് അലയൻസ് എന്ന നിലയിൽ ഞങ്ങൾ പൊതുവെ അപലപിക്കുന്നു. പിന്നെ അദ്ദേഹത്തിനോട് ഇതിനെതിരെ ക്ഷമയൊന്നും ചോദിക്കാൻ ഞങ്ങൾ പറയാൻ തയ്യാറ. ഇനി വേണമെങ്കിലും പറയാം. പക്ഷെ ഇതിനകത്ത് യാഥാർത്ഥ്യം ലോകത്തിനറിയാം, സമൂഹത്തിനറിയാം. അത്രമാത്രമേ. APIക്ക് ഏറ്റവും അവസാനമായിട്ട്, പ്രത്യേകിച്ച് ഈ അഭിമുഖത്തിന്റെ ഈ അവസാനത്തിൽ APIക്ക് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പെന്തക്കോസ്ത് സമൂഹത്തോട് പറയാനുള്ളത് എന്താണ്? ചെയർമാൻ ആ കാര്യങ്ങൾ പറയാം. എനിക്ക് അവസാനമായി പൊതുസമൂഹം ആയിരിക്കുന്ന പെന്തക്കോസ്തുകാരോട് പറയാനുള്ളത്, ഇവിടെ ഏതെങ്കിലും ഇന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന സമൂഹമോ സംഘടനകളൊക്കെ അവർ സംഘടിച്ചിട്ട് അവർ ശക്തരായവരാണ്. അപ്പോൾ സംഘടിച്ച് അവർ ശക്തരായതുപോലെ നമുക്ക് ആരെങ്കിലും അടിക്കാനോ വിപ്ലവത്തിനോ വേണ്ടി അല്ല, നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ അല്ലെങ്കിൽ ഈ സത്യങ്ങൾ ദേശത്തോട് ഘോഷിക്കാൻ നമ്മൾ സംഘടിക്കേണ്ടതും നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതും, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരായിരിക്കും നമ്മളാരും രാഷ്ട്രീയക്കാരുടെ പുറകെ പോവുകയോ. 10 വർഷമായി പല തെരഞ്ഞെടുപ്പുകൾ വന്നിട്ടുണ്ട്. ആൾ ഇന്ത്യ പെന്തക്കോസ്റ്റ് അലയൻസ് എന്ന നിലയിൽ ഇന്ന് ഒരു ആക്ഷേപമില്ലാത്ത നിലയിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഈ പെന്തക്കോസ്റ്റ് സമൂഹത്തെ ആർക്ക് വെക്കുകയോ ഞങ്ങൾ ഇത്ര പേരുണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും മുഖം കാണിക്കുകയോ ഒന്നും ചെയ്യാൻ ഇതുവരെ AP എന്ന പ്രസ്ഥാനം തയ്യാറായിട്ടില്ല. ഇതുവരെ പെന്തക്കോസ്റ്റിന്റെ പൊതു ആവശ്യങ്ങൾ നിൽക്കുന്നു. അതുകൊണ്ട് ഇനിയും ചെതറിയും ചിന്നിയും നിൽക്കാതെ നമ്മുടെ ശക്തി എന്തെന്ന് നാം മനസ്സിലാക്കണം. ഏതാണ്ട് 38-നും 40 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ഒരു സമൂഹമാണ് കേരളത്തിൽ പെന്തക്കോസ്തുകാരുള്ളത്. ഇവിടെ ഒരു 21-നും 31-നും ഇടയ്ക്കുള്ള നിയമസഭാ മണ്ഡലങ്ങളെ 6 അവിടെ ജയിക്കുമെന്ന് വിധി എഴുതാൻ കഴിയുന്ന ഒരു സമൂഹമാണ് പെന്തക്കോസ്തുകാർ. നമ്മളെന്നാലും ഒരു സമ്മർദ്ദ രാഷ്ട്രീയമൊന്നും നമ്മളാരും ചെയ്യാറില്ല. പക്ഷെ നമുക്ക് സ്വതന്ത്രമായി മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന നിലയിൽ നമുക്കിവിടെ മതത്തെ പ്രചരിപ്പിക്കാൻ, ഏത് മതത്തെ വിശ്വസിക്കാനും ആചരിക്കാനും അത് അനുഷ്ഠിക്കാനും ഒക്കെ ഉള്ള നിയമം ഇവിടെ നമുക്ക് നിലനിൽക്കവേ ഈ രാജ്യത്ത് നമുക്ക് ദൈവത്തിൻ്റെ കാര്യം മാത്രം പ്രസ്താവിക്കാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടി പെന്തക്കോസ്തുകാരായിരിക്കുന്ന പല വിഭാഗങ്ങളിൽപ്പെട്ടവർ ഒന്നിച്ചു നിന്ന് സംഘടിതമായി അവരവർ പ്രതിനിധാനം ചെയ്യുന്ന സഭാ സംഘടനകൾ ഉറച്ചു നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ഒന്നിച്ച് അതിനെ നമുക്ക് നേരിടാനും സംസാരിക്കാനും ഐക്യത പുലർത്താനും കഴിയട്ടെ എന്നുള്ള ആഗ്രഹമാണ് അഖിലേന്ത്യാ പെന്തക്കോസ്ത് ഐക്യവേദിക്കുള്ളത്. നിങ്ങളേവരെയും അതിലേക്ക് വേണ്ടി ഞങ്ങൾ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് ആകാം, ഇതിനകത്ത് നിങ്ങൾക്ക് പങ്കാളികളാകാം, നിങ്ങൾക്ക് ഇതിനകത്ത് അംഗങ്ങളാകാം, ഒക്കെ ചെയ്യാം. അതിലേക്ക് വേണ്ടി ഞങ്ങൾ എല്ലാ പെന്തക്കോസ്തുകാരെയും, പെന്തക്കോസ്തുകാർ മാത്രമേ ഉള്ളൂ, അതായത് ഉപദേശ ഐക്യത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉടനീളമുള്ള സഭാ സംഘടനകളിൽ നിൽക്കുന്ന ദൈവദാസന്മാരെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉപദേശ ഐക്യമുള്ള വചനാടിസ്ഥാനം നിൽക്കുന്ന പെന്തക്കോസ്തുകാർ, അല്ലാത്തവരാരെയും നമ്മൾ ഉൾപ്പെടുത്താറില്ല. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. പ്രത്യേകിച്ച് ഹാർവെസ്റ്റ് TV ഞങ്ങളോട് കാണിച്ച ഈ സ്നേഹസന്തോഷത്തിന് പ്രത്യേകിച്ച് ഹാർവെസ്റ്റ് TVക്ക് ഞങ്ങളുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിന്റെ പിന്നിൽ ശക്തമായ ലക്ഷ്യബോധത്തോടെ ദർശനത്തോടെ നിൽക്കുന്ന ഒരു കൂട്ടമാണ്. അങ്ങനെ ഒരു കൂട്ടമുണ്ടെങ്കിൽ ആ സമൂഹത്തിന്റെ പ്രയാണം സുഗമമായി തന്നെ മുന്നോട്ട് പോകും.
അതില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും വീണു എഴുന്നേറ്റുമുള്ള യാത്രകളും ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നത്. പെന്തക്കോസ്ത സമൂഹത്തിന്റെ വളർച്ച അതിവേഗമാണ്. അത് ദൈവ ദർശനത്തിൽ അധിഷ്ഠിതമാകിയാൽ അത് അതിവേഗത്തിൽ തന്നെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ APA പോലുള്ള പ്രസ്ഥാനങ്ങൾ, അങ്ങനെയുള്ള നിരവധി പ്രസ്ഥാനങ്ങൾ അവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടുകയും നേരോടെ മുന്നോട്ട് ഓടുവാനുള്ള എല്ലാ കരുത്തും പകർന്ന് ചേർത്ത് പിടിക്കുന്ന ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഒരു അഭിമാനവും അനുഗ്രഹവുമാണ്. അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ കൈപിടിച്ച് പ്രോത്സാഹനത്തോടെ മുന്നോട്ട് നടത്തുവാൻ നമ്മുടെ സമൂഹത്തിന് ഇനിയും കഴിയട്ടെ. ഈ അഭിമുഖത്തിൽ പങ്കെടുത്ത എല്ലാ സംഘാടകരോടും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.